ഈ വേദിയെ ധന്യമാക്കുന്ന നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് AK അബൂട്ടി ഹാജി സാഹിബ്, പ്രിയപ്പെട്ട ലത്തീഫ് സാഹിബ്, AP മഹ്മൂദ് സാഹിബിന്റെ സ്മരണയ്ക്കുള്ള പുരസ്കാരം അർഹനായ ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം MLA, മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും പ്രഭാഷണ മേഖലയിലെ, എഴുത്തിന്റെ മേഖലയിലെ ശ്രദ്ധേയമായ വ്യക്തിത്വവും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പ്രിയപ്പെട്ട MC വടകര, ഏറെ തിരക്കുകളുണ്ടായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയെ ധന്യമാക്കാൻ എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി PP മുസ്തഫ സാഹിബ്, CKP മമ്മു സാഹിബ് അടക്കമുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട AP മഹമ്മൂദ് സാഹിബിന്റെ നാമധേയത്തിൽ തലശ്ശേരി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയ പുരസ്കാര സമർപ്പണ ചടങ്ങിലാണ് നമ്മളുള്ളത്. AP വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, കാരുണ്യ മേഖലയിലൊക്കെ തിളങ്ങി നിന്ന നമ്മളോട് മറഞ്ഞു പോയൊരു വ്യക്തിത്വമാണ്. നമുക്കറിയാം APയെ കുറിച്ച്, APയുടെ വിദ്യാഭ്യാസ കാലത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച്, APയുടെ ഇടപെടലുകളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ. APയെ കുറിച്ച് ഇതൊക്കെ പറയുമ്പോഴും നമ്മളോടൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ AP ചന്ദ്രിക അബൂക്ക എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യന്റെ പുത്രനായിരുന്നു. ചന്ദ്രികയും APയും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് ചോദിക്കുമ്പോ, ചന്ദ്രികക്ക് വരിക്കാരെ ചേർക്കാനും ചന്ദ്രികയുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാനും ഒക്കെ മുൻപന്തിയിൽ നിന്ന ചന്ദ്രിക അബൂക്ക. ചന്ദ്രികക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോ, സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോ, ആ പ്രതിസന്ധി തീർക്കാൻ തങ്ങളുടെ കീഴിലുള്ള കടമുറികൾ വിൽപ്പന ചെയ്ത് ചന്ദ്രികയുടെ പ്രതിസന്ധി തീർക്കാൻ സംഭാവന ചെയ്ത മക്കളായിരുന്നു ചന്ദ്രിക അബൂക്കയുടെ മക്കൾ എന്ന് പറയുമ്പോൾ APയുടെ വ്യക്തിത്വം എത്രമാത്രമുണ്ട് എന്ന്, ഈ സംഘടനയോട് ചന്ദ്രികയുമായി APക്കുള്ള ബന്ധം എത്രമാത്രമെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ നിലപാടുകളിൽ ഊന്നി നിൽക്കുമ്പോഴും, മുസ്ലിം ലീഗിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും, തന്റെ ചുറ്റുപാടിലുമുള്ളവർ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും സൗഹൃദത്തിൽ ഊന്നിയ സമീപനം കൊണ്ട് ശ്രദ്ധേയനായിരുന്നു AP. അദ്ദേഹം ഇടപെടുന്ന മേഖലകളിലൊക്കെ സൗമ്യമായ ഇടപെടലുകൾ, സെയിൽസ് ടാക്സ് ഓഫീസർ ആയിരിക്കുമ്പോ, ഗസറ്റഡ് ഉദ്യോഗസ്ഥനായിരിക്കുമ്പോ, അറ്റസ്റ്റേഷന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, ഉപദേശത്തിന് വേണ്ടി എത്തുന്നവർക്ക് മുമ്പിൽ താനിരിക്കുന്ന പദവി അല്ലെങ്കിൽ തന്റെ ഗസറ്റഡ് റാങ്ക് സാധാരണക്കാരനെ തന്നെ സമീപിക്കുവാൻ യാതൊരു പ്രയാസവും സൃഷ്ടിക്കുന്ന തരത്തിലാവരുത് എന്ന് നിർബന്ധം പിടിച്ചിരുന്നു AP. അവിടങ്ങളിലൊക്കെ സാധാരണക്കാരോട് സൗമ്യമായ ഇടപെടലുകൾ നടത്തി. തലശ്ശേരി മുനിസിപ്പൽ കൗൺസിലർ ആയിരിക്കെ തന്റെ വാർഡിന്റെ, തന്റെ പ്രദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ചു നമ്മുടെ പ്രിയപ്പെട്ട AP. ഈ APയുടെ നാമധേയത്തിൽ അവാർഡ് നൽകുമ്പോ, നമ്മൾ അവാർഡിന് തീരുമാനിച്ചപ്പോ ഇതിന്റെ ജൂറി അംഗങ്ങളായ പ്രിയപ്പെട്ട MC വടകരയും, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദും, പ്രിയപ്പെട്ട ലത്തീഫ് സാഹിബിന്റെയും മുമ്പിൽ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിലൊക്കെ സമഗ്രമായ സംഭാവനയ്ക്കുള്ള അവാർഡ് നൽകാൻ ആര് എന്ന ചോദ്യത്തിന് മുമ്പിൽ അവർക്ക് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം
അകത്തും പുറത്തും ജ്വലിച്ചു നിൽക്കുന്ന ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ശ്രദ്ധേയനായ, എല്ലാവരും സഞ്ചരിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാതെ താൻ സഞ്ചരിക്കുന്ന വഴികൾ വേറിട്ട വഴികളാക്കി സമൂഹത്തിന്റെ, സമുദായത്തിന്റെ, രാജ്യത്തിന്റെ, നാടിന്റെ പുരോഗതിക്ക് തന്നാലായത് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം MLA. നജീബ് കാന്തപുരം MLA നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ കഥാകാരനായിരുന്നു, സാഹിത്യകാരനായിരുന്നു. ചന്ദ്രിക ആഴ്ചപ്പതിപ്പിലെ ആഴ്ചപ്പതിപ്പിൽ എഴുതി തുടങ്ങി, ചന്ദ്രികയുടെ പത്രാധിപരായി. അങ്ങനെ സാഹിത്യവും കലയും ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി, നമ്മുടെ ആവേശം PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സർവ്വ ബഹുമാനങ്ങളോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ധന്യമാക്കാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഏറെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC വടകര അവർകളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ സണ്ണി ജോസഫ് MLA അവർകളെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയെ ധന്യമാക്കുന്ന മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, അതേപോലെ ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള, ജില്ലാ സെക്രട്ടറി TP മുസ്തഫ അടക്കമുള്ള മുഴുവൻ നേതാക്കളെയും, KC അഹമ്മദ് സാഹിബ് അടക്കമുള്ള മുഴുവൻ നേതാക്കളെയും, മുസ്ലിം ലീഗ് ഭാരവാഹികളെയും, ഈ വേദിയെ ധന്യമാക്കുന്ന AP-യുടെ പ്രിയപ്പെട്ട പുത്രൻ ജംഷീദിനെയും, അതേപോലെ AP-യുടെ മരുമകൻ പ്രിയപ്പെട്ട സാക്കിറിനെയും, അതേപോലെ E. നാരായണൻ അവർകളെയും എല്ലാവരെയും ഒറ്റവാക്കിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സദസ്സിനെ ഭംഗിയാക്കിയ മുഴുവൻ സ്നേഹജനങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയിൽ അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് AK ആബൂട്ടി ഹാജി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന് 4:20 വണ്ടിക്ക് പോകുന്നതാണ്. നാളെ അസംബ്ലി തുടങ്ങുന്നത് കൊണ്ട് ഇത്രയും പെട്ടെന്ന് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ പരിപാടി അദ്ദേഹം വരുന്നതിന് മുമ്പ് ആരംഭിക്കുകയും ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയും ചെയ്യുകയാണ്. AP-യെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിനും അതുപോലെ തന്നെ ഇനി ആമുഖ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ലത്തീഫ് സാഹിബാണ് AP-യെ സംബന്ധിച്ചും അതുപോലെ തന്നെ അവാർഡ് ജേതാവിനെ സംബന്ധിച്ചും ഒരു പരിചയപ്പെടുത്തൽ നടത്തുന്നത്. അതിൽ എല്ലാ കാര്യം പറയുന്നത് കൊണ്ട് തന്നെ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ലത്തീഫ് സാഹിബിനോട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹം AP-യോടൊപ്പം തളിപ്പറമ്പിൻ്റെ ക്യാമ്പസിൽ ഹരിത പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു സുവർണ്ണ നക്ഷത്രമായി ഉദിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ AP-യുടെ 2ാമത് പുരസ്കാരം സമർപ്പിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധം നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തീയതിക്കനുസരിച്ച് തന്നെയാണ് ഇത് വെച്ചത്. അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട 2 പരിപാടി അദ്ദേഹത്തിന്, ഒന്ന് സഹോദരി കുട്ടി വണ്ടൂരിൽ വർഷം ഫംഗ്ഷൻ, 2ാമത് അത് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട എറണാകുളത്ത് വെച്ചിട്ട് വഫി സംസ്ഥാന കലോത്സവം സന്നദ്ധാന സമയം എറണാകുളത്ത് 2 പരിപാടികളും അത് കട്ട് ചെയ്തുകൊണ്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വേദിയിലേക്ക് ആ AP-യുമായുള്ള ആത്മബന്ധം നിലനിർത്തുന്ന കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആമുഖമായി ഞാൻ നന്ദി പറയുന്നു. 4:20 വണ്ടിക്ക് അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്. പ്രിയപ്പെട്ട നജീബ് കാന്തപുരത്തെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ചുമതല. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. തലശ്ശേരി നിയോജക മുസ്ലിം ലീഗ് കമ്മിറ്റി 2ാമത് AP മുഹമ്മദ് സ്ക്വയർ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത നജീബ് കാന്തപുരം MLA ഏവരെയും വിസ്മയിപ്പിക്കുന്ന പൊതുപ്രവർത്തകനാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ നൽകുന്ന സമഗ്ര സംഭാവനക്കാണ് AP മുഹമ്മദ് സ്ക്വയർ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് കടന്നു വന്ന നജീബ് കാന്തപുരം ഒരു പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരമാണ്.
1975 ഏപ്രിൽ 20 MSF യൂണിറ്റ് പ്രസിഡന്റായി തുടക്കം. ഉണ്ണിക്കുളം ഗ്രാമപഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹി, കൊടുവള്ളി മണ്ഡലം ഭാരവാഹി, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു. ഫറൂഖ് കോളേജിൽ നിന്നും ബിരുദവും കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും BEd ബിരുദം നേടി 20 വർഷക്കാലം ചന്ദ്രിക പത്രത്തിൽ സേവനം നടത്തി ചീഫ് സബ് എഡിറ്റർ പദവി വരെ അദ്ദേഹം എത്തി. നന്ദിഗ്രാം പശ്ചാത്തലമാക്കി ഇനിയും എന്ന പേരിൽ നജീബ് കാന്തൂർ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു. 2013 നജീബ് രചിച്ച് VT മുരളി കമ്പോസ് ചെയ്ത് പ്രശസ്ത ഗായകരായ ജയചന്ദ്രൻ, P. സുജാത, വേണുഗോപാൽ തുടങ്ങിയവർ ആലപിച്ച പാടുക നിലാവ് എന്ന മ്യൂസിക് ആൽബം MT വാസുദേവൻ നായരാണ് റിലീസ് ചെയ്തത്. മേൽപ്പറഞ്ഞവർക്ക് നജീബുമായി ഏറെ സ്നേഹബന്ധം പുലർത്തിയവർ. ഈ രണ്ടിൽ MT വാസുദേവൻ നായരും ജയചന്ദ്രൻ അടുത്താണ് മരണപ്പെട്ടത്. അദ്ദേഹം പുറത്തിറക്കിയ ജയഹോ എന്ന വിപ്ലവ ഗാനം വലിയ പ്രചാരം നേടുകയുണ്ടായി. 2010 ഉണ്ണിക്കുളം പഞ്ചായത്തിലെ സ്വന്തം വാർഡിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് ജനപ്രതിനിധിയായിട്ടുള്ള തുടക്കം. 2015 ജില്ലാ പഞ്ചായത്ത് അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ KP മുഹമ്മദ് മുസ്തഫയെ കേവലം 38 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി. അതുമുതൽ നാടിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വിദ്യാഭ്യാസം മാത്രമാണ് പരിഹാരമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അതിനായി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയും ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിച്ചു. ഇന്ത്യയിൽ ആദ്യത്തെ സൗജന്യ റെസിഡൻഷ്യൽ സിവിൽ സർവീസ് അക്കാദമി സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ അദ്ദേഹത്തിന്റെ കരങ്ങളാൽ പിറവികൊണ്ടു. പെരിന്തൽമണ്ണയിൽ പിറവികൊണ്ടു. ആദ്യ ബാച്ചിൽ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ഒരാളെ തെരഞ്ഞെടുത്ത് അയക്കാനും അക്കാദമിക്ക് സാധിച്ചു. അദ്ദേഹത്തിന്റെ ക്രിയ എന്ന ആശയം IAS അക്കാദമിയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. കേന്ദ്ര സംസ്ഥാന സർവീസുകളിലേക്കുള്ള മത്സര പരീക്ഷയ്ക്കും അഭിമുഖത്തിനും ഉദ്യോഗാർത്ഥികളെ സജ്ജമാക്കാൻ നിരവധി പരിശീലന പരിപാടികളും നടപ്പിലാക്കുന്നു. IM ഏർപ്പെടുത്തിയ ഫീച്ചർ സ്റ്റോറിക്കുള്ള അവാർഡ് അദ്ദേഹം ചന്ദ്രയിൽ എഴുതിയ അർബുദത്തിന്റെ തീനാമുകൾ എന്ന ഫീച്ചർ സ്റ്റോറിക്ക് ലഭിക്കുകയുണ്ടായി. ലജ്ജിച്ച് തലതാഴ്ത്തുക എന്ന എഡിറ്റോറിന്റെ 2001 KV സുരേന്ദ്രൻ അവാർഡും ONV കുറിപ്പിൽ നിന്നും ഏറ്റുവാങ്ങി. ജനപ്രതിനിധി, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, സാമൂഹിക, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് നജീബ്. ഇന്ന് കേരളത്തിലെ പൊതുപ്രവർത്തകർക്ക് മാതൃകയാണ് നജീബ്. പുരസ്കാര ജേതാവിനെ സ്നേഹപൂർവ്വം തലശ്ശേരിക്കാരുടെ മുമ്പാകെ ഞാൻ പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പ്രൊഡക്റ്റ് കൂടിയാണ് നജീബ് എന്ന് പറയാം. നജീബിനെ പോലുള്ളവരുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കെങ്കിലും തങ്ങളും അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് മാത്രമാണ് അവരുടെ രണ്ടുപേരുടെ കണ്ടെത്തലാണ് പ്രിയപ്പെട്ട നജീബ് എന്നത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൈകൾ കൊണ്ട് തന്നെ ഈ അവാർഡ് ഏറ്റുവാങ്ങുക എന്നുള്ളത് ഒരു വലിയ മഹത്വമായി കണ്ടുകൊണ്ട് തന്നെ AP-യുടെ ഒരു കലാലയ സുഹൃത്തും അതുപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനുമായ ഒരു സഹപ്രവർത്തകൻ MLA-ക്ക് അവാർഡ് നൽകുന്ന ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. വളരെ ആദരവോടെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അധ്യക്ഷന് വേണ്ടി, പുരസ്കാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അധ്യക്ഷന് വേണ്ടി പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് അപേക്ഷിക്കുകയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നജീബ് കാന്തപുരത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. രൂപയും മൊമെന്റോയുമാണ് അവാർഡ്. അത് അവാർഡ് സ്പോൺസർ അദ്ദേഹത്തിൻ്റെ AP-യുടെ കുടുംബം തന്നെയാണ് നൽകിയത്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ വന്ന് AP മുഹമ്മദിനെ അനുസ്മരിക്കാൻ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഞാനിന്ന് സാന്ദർഭികമായി സർ സെയ്ദ് കോളേജിൻ്റെ സുവർണ ജൂബിലി കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സ്വാഭാവികമായി ആ കോളേജ് ക്യാമ്പസ് ചെല്ലുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഗൃഹാതുരത്വം, ക്യാമ്പസിൽ കുറച്ച് വർഷങ്ങൾ നീണ്ടുനിന്ന നമ്മളെ ക്യാമ്പസ് ജീവിതം, അതിനെക്കുറിച്ചൊക്കെ ഓർക്കുകയും അവിടെ സംസാരിക്കുകയും ചെയ്തിട്ടാണ് ഇപ്പോൾ മുഹമ്മദിനെ അനുസ്മരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് എത്തിയത്. ഞങ്ങളെല്ലാവരും ആ ക്യാമ്പസിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം അതായിരുന്നു. അത് നമ്മളെല്ലാവരും ഇവിടെ കൂടിയ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഏറ്റവും സുവർണ ഘട്ടം എന്ന് പറയുന്നത് അതുപോലുള്ള ഒരു ക്യാമ്പസിൽ, പ്രത്യേകിച്ച് ആ ഒരു
ക്യാമ്പസിൽ താമസിച്ച് പഠിക്കുന്ന, അവിടെ ഉള്ള ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിക്കുന്ന കോളേജ് കാലത്തുള്ള ആ ഒരു സമയം എന്നുള്ളത് വളരെ സുപ്രധാനമാണ്. ഏവരും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. അത് വലിയവനായാലും ചെറിയവനായാലും പൊതുരംഗത്തുള്ള ആളായാലും ഇല്ലാത്ത ആളായാലും ഏത് മേഖലയിൽ ജീവിക്കുന്ന ആളായാലും ആ കാലം, നമ്മുടെ കോളേജ് ഡേയ്സ് അല്ലെങ്കിൽ നമ്മളെ വിദ്യാലയ കാലം, അത് എല്ലാവരുടെയും സ്മൃതിപഥത്തിൽ എപ്പോഴും നിൽക്കുന്നതാണ്. അന്ന് വളരെ അടുത്ത് നമ്മളോട് ഒരുമിച്ച് എല്ലാ പ്രവർത്തനങ്ങളിലും കൂട്ടുകാരായി നടക്കുന്ന കുറേ പേരുണ്ടാവും. ആ കൂട്ടുകാരായി നടക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവിടെ ബഷീറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരായി നടക്കുന്ന ഒരു കൂട്ടത്തിൽ ജീവിച്ചിരിക്കാത്ത ഒരുപാട് ആളുകൾ, ജീവിച്ചിരിക്കാത്തവരുണ്ട്. മഹമ്മൂദ് നമ്മളെ അതേപോലെ അകാലത്ത് വിട്ടുപിരിഞ്ഞ് പോയ ഒരാളാണ്. മഹമ്മൂദിനെ നിർഭാഗ്യവശാൽ ജീവിതം മോശമായി, അത് അള്ളാഹുവിന്റെ വിധിയാണ്. അങ്ങനെയുള്ള ഒട്ടേറെ പേര് ഉണ്ട്. ദൈവവിധിക്ക് മുമ്പിൽ കീഴടങ്ങിയ ഒട്ടേറെ ആളുകളുണ്ട്. ഞാനിപ്പോൾ അടുത്ത സമയത്ത് സയ്യിദ് കോളേജിൽ വീണ്ടും പോയി. അന്ന് ഞങ്ങളോടൊത്ത് അവിടെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച മുസ്തഫ ഉണ്ടായിരുന്നു. സുവല്യായിട്ടും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് അദ്ദേഹം വന്നു. പക്ഷേ അത് കഴിഞ്ഞ് അധികം കഴിഞ്ഞതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ ഉള്ള ഇന്നും സുവർണ ജൂബിലി കെട്ടിട ഉദ്ഘാടനത്തിന് പഴയ ഒരുപാട് കോളേജിലുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതൊരു സ്വാഭാവികമായ നാച്ചുറലായിട്ടുള്ള ഒരു വൈകാരികമായ ബന്ധം ആ സ്ഥാപനത്തോടും ആ സ്ഥാപനത്തിൽ അന്ന് നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്ന ആളുകളോടും എല്ലാവർക്കും ഉണ്ടാവും. അതിൽപ്പെട്ട ഒരാളാണ് മഹമ്മൂദ്. മഹമ്മൂദിനെ സംബന്ധിച്ചിടത്തോളം MSFന്റെ അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ജനപ്രതിയാവുകയും കൗൺസിലൊക്കെ വരികയൊക്കെ ചെയ്ത, അതിനപ്പുറം ഞാൻ പറയുന്നത്, ഞാൻ രാഷ്ട്രീയത്തിലൊക്കെ വളർന്നു വരുന്ന ആ പ്രത്യേക ഘട്ടത്തിൽ അവിടുന്നാണ് മഹമ്മൂദ് കണ്ണൂർ ജില്ലാ MSF നേതാവും ഞാൻ സംസ്ഥാന ട്രഷററും ഒക്കെ ആയി പോയത്. അതിന് ശേഷം ആ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ഓർമ്മ എന്നും മഹമ്മൂദിനെ കുറിച്ചുണ്ട്. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ആ കാര്യങ്ങൾ കൂടിയിരിക്കുന്ന ആളുകളോട് സംസാരത്തിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ എത്രമാത്രം കറകളഞ്ഞ ഒരു സമർപ്പണം ചെയ്ത പ്രവർത്തകനായിരുന്നു അദ്ദേഹം എന്നുള്ളത് നല്ലപോലെ അറിയാം. അന്ന് കോളേജിൽ ഞങ്ങൾ ഓടി നടന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു 5-6 ആളുകളാണ്, 8-10 ആളുകളാണ് അന്നത്തെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. അതിലൊരാൾ തന്നെയായിരുന്നു. അപ്പോൾ ആ ടീം മെമ്പർ എന്നുള്ള നിലക്കാണ് ഞാൻ എപ്പോഴും മഹമ്മൂദിനെ ഓർക്കാറുള്ളത്. അപ്പം അങ്ങനെ അതൊക്കെ ആ പ്രവർത്തനം അദ്ദേഹം മരണം വരെ നിലനിർത്തി. ഇടയ്ക്ക് ഒഫീഷ്യൽ ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെയും വന്ന് പൊതുജീവിതത്തിലിറങ്ങി അങ്ങനെ എന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മാതൃകാ യോഗ്യനായ, നിസ്വാർത്ഥനായ, വളരെ സൈലൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പ്രവർത്തകനാണ് മഹമ്മൂദ്. അദ്ദേഹത്തെ ഓർക്കുന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. സമയ കുറവ് ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതലായി പറയുന്നില്ല. പുരസ്കാര ജേതാവ് നമ്മുടെ നജീബ് കാന്തപുരാണ്. ഞാൻ നജീബിനോട് പറയുന്നത് എന്തിനും ഒരു റെക്കോർഡ് എന്നാണ്. ഏറ്റവും പമ്പിച്ച, ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷവും ഇവിടെ മെൻഷൻ ചെയ്തു. അതിനുശേഷമുള്ള നിയമ പോരാട്ടം അതും ജയിച്ചിരിക്കുകയാണ് നജീബ് കാന്തപുരം എന്ന് പറയാതിരിക്കാനില്ല. പാർട്ടിക്ക് വേണ്ടി ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഒരു നിയോജകനിൽ ചെന്ന് ആ നിയോജക മണ്ഡലം നിലനിർത്തിയ റെക്കോർഡ്, അതിന് ഞാൻ നജീബിനോട് നന്ദി പറയാണ്. എനിക്ക് എല്ലാവർക്കും വേണ്ടി ധന്യവാദം. കാരണം നജീബ് പിന്നെ എല്ലാ കാലത്തും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ എല്ലാ മേഖലയിലും ഉണ്ട്. ഒരു സർവകല വല്ലവൻ തന്നെയാണ്. സാഹിത്യത്തിലുണ്ട്, പുസ്തകത്തിലുണ്ട്, എഴുത്തിലുണ്ട്, ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തുണ്ട്. അതുപോലെ തന്നെ നല്ല ഭാവനാസമ്പന്നനായ ഒരു ദീർഘവീക്ഷണമുള്ള ആളായതുകൊണ്ട് ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ ഏറ്റവും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അത് തന്നെ ഒരു വലിയ സംഭവമായി മാറി പെരിന്തൽമണ്ണയിൽ. അദ്ദേഹത്തെ ജനപ്രതിയാക്കിയതിൽ അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് മുഴുവൻ വലിയ സന്തോഷമുണ്ട്. ജില്ലയ്ക്ക് തന്നെ വലിയ സംഭാവനയായ ഒരു IAS ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ അവിടെ. ആ തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിന് മുമ്പ് നമുക്കെല്ലാവർക്കും പത്രപ്രവർത്തന രംഗത്ത് വലിയ സംഭാവന അർപ്പിച്ച ആളാണ്. അപ്പോൾ ഇവിടെ ലത്തീഫ് പറഞ്ഞത് ശരി തന്നെയാണ്.
ഒരു പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം, എത്ര നോളജബിൾ ആയിരിക്കണം, ഏതെല്ലാം മേഖലയിൽ അറിവുണ്ടായാൽ അതിന് ഗുണമുണ്ട്. IAS ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ ആർക്കും തോന്നാത്ത വിധം അദ്ദേഹം IAS ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വലിയ ഗവൺമെൻറ് സഹായത്തോടു കൂടി ഒന്നും നിൽക്കുന്നതല്ല. പല മേഖലയിൽ നിന്നും സഹായം സംഘടിപ്പിച്ച് അതൊരു നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ വളരെ ഏത് രീതിയിൽ ഒരു പൊതുപ്രവർത്തകന് ഈ കാര്യങ്ങളൊക്കെ വളരെ ഭാവനാസമ്പന്നനാവാൻ കഴിയും, കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ളതിന് കൂടി ഒരു മാതൃകയാണ് നജീബ് കാന്തപുരം എന്ന് ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നിസ്വാർത്ഥ പ്രവർത്തനം നടത്തി നമ്മളെ വിട്ടുപോയ മഹമ്മൂദിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം ഏറ്റുവാങ്ങി ഈ ഭാവി തലമുറക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് നജീബ് കാന്തപുരം. അതിന് ഈ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഇവിടെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ സംസാരിക്കാൻ വേണ്ടി നമ്മൾ MC വടകര ഉണ്ട്, അതുപോലെ തന്നെ സണ്ണി ജോസഫ് MLA ഇരിക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. നമ്മൾ MC ചരിത്രം നല്ലപോലെ അറിയുന്ന ആളാണ്, മുസ്ലിം ലീഗിൻ്റെ ചരിത്രം എഴുതുന്ന ആളാണ്, അതിൻ്റെ ആധികാരിക വക്താവാണ്. അവരൊക്കെ കാര്യങ്ങൾ പറയാനിരിക്കെ സമയമില്ലാത്ത ഞാൻ ഇനി മെനക്കെടേണ്ടതില്ല എന്നുള്ള നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പുരസ്കാര സമർപ്പണവും പരിപാടിയും ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. ഈ നല്ല പ്രവർത്തനത്തിന് മഹമ്മൂദിന് നാളെ അതിന് ദൈവത്തിൻ്റെ വക്കൽ നിന്ന് വലിയ ഗുണം ലഭിക്കുമാറാകട്ടെ, അള്ളാഹുവിൻ്റെ വലിയ പരിചരണം കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും നന്ദി. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. കുഞ്ഞാലൂർ സാഹിബ് നജീബ് കാന്തപുരത്തിന് ഈ പുരസ്കാരം നൽകിയപ്പോൾ ഞാൻ ഓർമ്മിച്ചത് 38 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു MLAക്ക് 38,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച മുസ്ലിം ലീഗിന്റെ കക്ഷി നേതാവാണ് പകരം നൽകിയിട്ടുള്ളത്. അതിലെ 38 വോട്ടിന് ജയിക്കലാണ് വലിയ ജയം. കുഞ്ഞാലൂർ സാഹിബ് നമുക്കറിയാം, അനായാസേന പ്രവർത്തനമില്ലാതെ തന്നെ ജയിച്ചു വരും, നോമിനേഷൻ കൊടുത്തു പോയാൽ മതി. പക്ഷെ നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ 38 വോട്ടിന് ജയിച്ചുവെങ്കിൽ അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിമാനകരമായ ഒരു നേട്ടമാണ്, ചരിത്ര വിജയമാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്താനായിട്ട് വീണ്ടും വലിയ നിയമ പോരാട്ടം നടത്തി. 25,000 രൂപ നിങ്ങൾ കൊടുത്തു. ഇത് പോരാ, കാരണം അദ്ദേഹത്തിന് കേസുമായിട്ട് മുന്നോട്ട് പോകണം. കേസ് കഴിഞ്ഞില്ല, കേസ് കഴിഞ്ഞു. ആ കാര്യത്തിലും അദ്ദേഹം വളരെ ഭാഗ്യവാനാണ്. വലിയ ചെലവുള്ള കേസ്. ഏതായാലും അവിടെയും അദ്ദേഹത്തിന്റെ എതിരാളികൾ പരാജയം സമ്മതിച്ചിരിക്കുന്നു. നജീബ് കാന്തപുരത്തെ ഞാൻ പരിചയപ്പെടുന്നത് നിങ്ങൾക്കെല്ലാം നേരത്തെ പരിചയമുണ്ട്. നിയമസഭയിലെ ഈ 2021 ഇലക്ഷനിലെ MLA ആയിട്ട് വന്ന നജീബ് കാന്തപുരത്തെയാണ് ഞങ്ങൾ ഇന്ന് നിയമസഭയിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാവർക്കും അറിയുന്ന സുമുഖനായ, ഊർജസ്വലനായ, ഉഗ്ര പ്രാസംഗികനായ, എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് മാന്യമായിട്ട് എല്ലാവരോടും ഇടപെട്ട് സംസാരിക്കുന്ന, കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കേരളത്തിലെ ജനങ്ങളുടെയും പ്രതീക്ഷയായ ഒരു നേതാവാണ് നജീബ് കാന്തപുരം. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത നമ്മളിവിടെ കേട്ടു. നന്നായി പഠിച്ചു, നന്നായിട്ട് വായിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി. അത് എഴുത്തിന്റെയും വായനയുടെയും ലോകത്തിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ നമുക്കെല്ലാം നന്നായിട്ടുണ്ട്. നിയമസഭയിൽ മുസ്ലിം ലീഗിന് ഞാനത് കുഞ്ഞാലൂർ സാഹിബിനെ ഇരുത്തിക്കൊണ്ട് വരാൻ ആഗ്രഹിച്ചതാണ്. ഇത്തരത്തിലുള്ള നല്ല കഴിവുറ്റ, കമ്മിറ്റ്മെന്റ് ഉള്ള, സ്വന്തം നിയോജക മണ്ഡലത്തെയും പ്രസ്ഥാനത്തെയും
മുന്നണിയെയും സ്നേഹിച്ച് നാടിനെ സ്നേഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന നജീബ് അതിലൊരാളാണ്. നമ്മളുടെ അസ്രഫ്, KM അസ്രഫ്, മുസ്ലിം ലീഗിന്റെ തന്നെ മുന്നണി പോരാളി, മഞ്ചേശ്വരം MLA നമ്മൾ ഓർമ്മിക്കുന്ന എവിടെയാണ്? അദ്ദേഹത്തിന് എല്ലാ ഭാഷയിലും പ്രസംഗിക്കാൻ അറിയാം. മലയാളത്തിൽ പ്രസംഗിക്കാൻ അറിയാം, കന്നഡയിൽ പ്രസംഗിക്കാൻ അറിയാം, തുളുവിൽ പ്രസംഗിക്കാൻ അറിയാം, ഹിന്ദിയിൽ പ്രസംഗിക്കാൻ അറിയാം, ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ അറിയാം. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ അതിനേക്കാളെല്ലാം സ്നേഹിക്കുന്നത് കോഴിക്കോട്ടെ ഒരു ചെറുപ്പക്കാരൻ കർണാടകത്തിലെ പുഴയിൽ ലോറിയുമായി മുങ്ങിയപ്പോൾ ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് അവിടെ ദിവസങ്ങൾ രാത്രിയും പകലും ഉറക്കമൊഴിഞ്ഞ് അവിടെ നിന്ന MK രാഘവൻ MP അവിടെ നിന്ന കേരളത്തിലെ ഒരു MLA, അത് മുസ്ലിം ലീഗിന്റെ MLA ആണ്, KM അസ്രഫ് MLA. മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വം കണ്ടെത്തുന്ന MLA-മാർ നാടിന് എങ്ങനെ നന്മ ചെയ്യാൻ കഴിയും നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആരാണ് നമുക്കിത് ആവശ്യം? ഞാൻ ബിയോട് പറയുന്ന അറിവിൽ നമുക്ക് ഇത് ആവശ്യമാണ്, കോൺഗ്രസിന് ഇത് ആവശ്യമാണ്. മുസ്ലിം ലീഗിന്റെ ഒരു കാര്യം, MLA ആയിക്കഴിഞ്ഞാൽ അസംബ്ലിയിൽ എത്ര മിനിറ്റ് പ്രസംഗിക്കണം, ഏതെല്ലാം കാര്യത്തിൽ പ്രസംഗിക്കണം, അത് കുഞ്ഞാലൂർ സാഹിബും ഡോക്ടർ MK മുനീറും എല്ലാം ചേർന്ന് തീരുമാനിക്കുമ്പോൾ ചെറുപ്പക്കാർക്ക് നല്ല പ്രോത്സാഹനം നൽകി എത്ര പ്രയാസമുള്ള വിഷയമാണെങ്കിലും നജീബിന്റെ കയ്യിലേക്ക് ആ വിഷയം കൊടുത്താൽ അത് നേരത്തെ പറഞ്ഞ പോലെ വളരെ അനായാസേന ഏത് വിഷയത്തിലും നിയമസഭയിൽ നല്ല പ്രസംഗം നടത്തും. നിയമസഭ ധരിച്ചു നിൽക്കുന്ന പ്രസംഗങ്ങളുണ്ട്. ഇപ്പൊ VK ബഷീറിന്റെ പ്രസംഗം വേറെ രീതിയാണ്. അത് നമ്മളെല്ലാരും ബഷീർ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ ചിരിക്കാൻ തുടങ്ങി. ബഷീറിന്റെ പ്രസംഗം വേറെ രീതിയാണ്, നജീബിന്റെ പ്രസംഗം വേറെ രീതിയാണ്. നജീബ് ചിന്തിപ്പിക്കും, ഇരുത്തി ചിന്തിപ്പിക്കും. എതിരാളികൾക്കെതിരെ ഉഗ്ര ശക്തിയുള്ള ബോംബുകളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. മറ്റവരുണ്ടാക്കുന്ന ബോംബല്ല, ആശയത്തിന്റെ ബോംബാണ്, ശബ്ദത്തിന്റെ ബോംബാണ്. നിയമസഭ തരിച്ചു നിൽക്കും. നല്ല ശബ്ദമാണ് കേട്ടോ, നിങ്ങൾക്കറിയാമല്ലോ, നല്ല ശബ്ദം. ഞാൻ ഇരുട്ടിയിലൊരു പരിപാടിക്ക്, പേരാവൂർ നിയോജകമണ്ഡലത്തിലെ ഒരു പരിപാടിക്ക് കൊണ്ടുവന്നു. പ്രതിപക്ഷ നേതാവ് സുധാകരൻ ഉദ്ഘാടനം ചെയ്തിട്ടങ്ങ് പോയി. അപ്പൊ എന്റെ ധാരണ, സാധാരണ നമ്മളിപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉദ്ഘാടനം ചെയ്താൽ പൊതുപരിപാടിയാണെങ്കിൽ ആള് പോകും. ഇതിപ്പോ ആളുടെ പരിപാടി ആയതുകൊണ്ട് ആളിവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് അനൗൺസ് ചെയ്തു, അടുത്തായിട്ട് നജീബ് കാന്തപുരം MLA പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരാളും എഴുന്നേറ്റ് പോകാതെ അവിടെ ഇരുന്നു. എല്ലാവരും പ്രസംഗം കേട്ടു, പലവട്ടം കൈയടിച്ചു. നല്ല ഒരു ചെറുപ്പക്കാരൻ. അതിന് നിങ്ങൾ ഈ അവാർഡിന് കണ്ടെത്തി എന്നോട് ഒരു പേര് ചോദിച്ചാൽ, ലത്തീഫ് ഫക്കീറോ ഇവന്റെ ഭാരവാഹികൾ ആരെങ്കിലും എന്നോടൊരു പേര് ചോദിച്ചാൽ MLA-മാരിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഒന്നാമതായിട്ട് പറയുന്ന പേര് നജീബ് കാന്തപുരത്തിന്റെ പേരായിരുന്നു. എന്നോട് ചോദിക്കാതെ തന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തു. പൈസ കുറഞ്ഞു പോയി അഭിപ്രായം. കാരണം MLA-മാരുടെ കാര്യം പൊതുവെ അങ്ങനെയാ, സ്ഥിതി മോശമാണ്. ആളുകൾ വിചാരിക്കും വലിയ പത്രാസ് വണ്ടിയെല്ലാം വെച്ച് MLA ഓടുന്നൊക്കെ വെച്ച് വരുമ്പോൾ, പക്ഷെ വണ്ടി ഞങ്ങളുടെ സ്വന്തം മേടിക്കണം, ലോൺ കിട്ടുമെന്ന് അത്രേ ഉള്ളൂ. സാരമില്ല പോട്ടെ, ഡീസൽ ഞങ്ങൾ അടിക്കും, പക്ഷെ ഒരു 4 ലക്ഷം രൂപ ഒരു കൊല്ലത്തിൽ ഡീസൽ അടിക്കാൻ തരും. പക്ഷെ 4 ലക്ഷം കൊണ്ട് തികയില്ല. നജീബിനും സണ്ണി ജോസഫിനും സജീവ് ജോസഫിനൊന്നും 4 ലക്ഷം കൊണ്ട് ആ ഡീസൽ അടിച്ചാൽ തികയില്ല. കാരണം ഞങ്ങള് നജീബൊക്കെ കൂടുതലായിട്ട് യാത്ര ചെയ്യുന്ന, ഞാനൊക്കെ പരമാവധി യാത്ര ചെയ്യാൻ തമാശ പറഞ്ഞു. എന്നാലും നാട്ടുകാരുടെ സഹകരണത്തിൽ, പാർട്ടികളുടെ, നമ്മളുടെ മുന്നണി കക്ഷികളുടെ എല്ലാം സഹായത്തിൽ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഇവിടെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം, മുസ്ലിം ലീഗ് ഉയർത്തുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയം അതിനേറെ പ്രസക്തി കൂടുകയാണ്. ചില ആളുകൾ ഇപ്പൊ മുസ്ലിം ലീഗിനെ മോശക്കാരായിട്ട് പറയുന്നുണ്ടല്ലോ. എന്താ, കിട്ടാത്ത മുന്തിരി പുളിക്കും. ഒരു മുസ്ലിം ലീഗിന്റെ നേരെ, മുസ്ലിം ലീഗിന്റെ പിന്നാലെ, മുസ്ലിം ലീഗിനെ ലക്ഷ്യം വെച്ച് കൃത്യമായി പറയാൻ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി പല ചരടുവലികളും നടത്തി. മുസ്ലിം ലീഗിനെ ഞങ്ങളുടെ കൂടെ കൂട്ടാൻ അവർ പരിശ്രമിച്ചു. പക്ഷെ മുസ്ലിം ലീഗ് നേതൃത്വം, ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും മുസ്ലിം ലീഗ് അണികളും വ്യക്തമായൊരു നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ കൂടെയാണ്, മതേതരത്വത്തിന്റെ കൂടെയാണ്. കേരളത്തിൽ UDF-ന്റെ അവിഭാജ്യ ഘടകമാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു. അപ്പൊ മറ്റവരെന്തായി, കിട്ടാത്ത മുന്തിരി കുടിക്കും. അപ്പൊ മുസ്ലിം ലീഗിന് വലിയ കുറ്റമാണ്. കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത്. ഏത്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി 4,10,000 വോട്ടിന് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് വർഗീയ പ്രീണന നയത്തിന്റെ ഭാഗമായിട്ടാണെന്ന് നമ്മുടെ LDF-ന്റെ പേരെന്താ, അദ്ദേഹത്തിന്റെ പേരെന്താ,
വിജയരാഘവൻ. അദ്ദേഹം പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ വർഗീയ രാഘവൻ അദ്ദേഹം അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് ഏറ്റുപിടിച്ചത് ആരാ? അത് മുഖ്യമന്ത്രി ഏറ്റുപിടിച്ചു മാത്രമല്ല, മഹാരാഷ്ട്രയിലെ ഒരു RSS മന്ത്രി, ഇവിടെ LDFന്റെ നേതാക്കന്മാർ, പോളിറ്റ് ബ്യൂറോ മെമ്പർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് വർഗീയ വോട്ട് കൊണ്ടാണ് എന്ന് പ്രചരിപ്പിച്ച ആ പ്രചരണം കേരളം മുഴുവൻ വർഗീയവാദികളുടെ, ന്യൂനപക്ഷങ്ങളുടെ വർഗീയതയാണ് കേരള രാഷ്ട്രീയം എന്ന് ആക്ഷേപിച്ചത് മഹാരാഷ്ട്രയിലെ RSSകാരനായ ഒരു മന്ത്രിയാണ്. അതിന് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെയും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും സമകാലീന പ്രചരണ പരിപാടികൾ എന്താണ്? മുഖ്യമന്ത്രി ഡൽഹിയിൽ ഒരു ഹിന്ദു പത്രത്തിന്റെ ഒരു ഇന്റർവ്യൂ നടത്തിയല്ലോ. ഹിന്ദു പത്രക്കാർ ഇങ്ങോട്ട് വിളിച്ചിട്ടല്ല മുഖ്യമന്ത്രി ഇന്റർവ്യൂവിന് പോയത്. പത്രക്കാരോട് അങ്ങോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ഹൗസിലുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം തരാം എന്ന് അങ്ങോട്ട് പറഞ്ഞു. അഭിമുഖത്തിൽ എന്താ പറഞ്ഞത്? മലപ്പുറം ജില്ലയെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അദ്ദേഹം ആക്ഷേപിച്ചു തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ വാർത്ത വന്നപ്പോ ഹിന്ദു പത്രത്തില് അവര് പ്രതിഷേധം അറിയിച്ചപ്പോ ഹിന്ദു പത്രം പറഞ്ഞ മറുപടി എന്താണ്? മുഖ്യമന്ത്രിയുടെ ഈ അഭിമുഖം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തന്ന മുഖ്യമന്ത്രിയുടെ PR ഏജൻസി, പരസ്യത്തിന്റെ ഏജൻസി, അവരാണ് ഞങ്ങൾക്ക് ഇന്ന വാക്കുകൾ, മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ്, പിണറായി വിജയൻ കേരളത്തിൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ വാക്കുകളാണ്, ആ വാക്കുകളിൽ കൂടി ഇതിന്റെ കൂടെ ചേർക്കണം എന്ന് പറഞ്ഞത് ഹിന്ദു പത്രത്തിന്റെ മറുപടിയിലാണ്. ദേശാഭിമാനിയിൽ ആ മറുപടി പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. നിയമസഭയിൽ ഞാൻ നിയമമന്ത്രി കൂടിയായ വിവരവും വിദ്യാഭ്യാസമുള്ള മന്ത്രി രാജീവനോട്, നമ്മുടെ വ്യവസായ മന്ത്രി രാജീവനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഹിന്ദു പത്രം അച്ചടിച്ചിറക്കിയ മറുപടിയുടെ പൂർണ്ണ രൂപം, ഹിന്ദു പത്രം മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിന്റെ മറുപടിയായിട്ട് പറഞ്ഞ ഹിന്ദു പത്രത്തിന്റെ പൂർണ്ണ വാർത്ത നിങ്ങൾക്ക് ഈ നിയമസഭയിൽ വായിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ കേരളത്തിലെ വ്യവസായ നിയമ വകുപ്പുകളുടെ മന്ത്രിയോട് ചോദിച്ചിട്ട് അദ്ദേഹം എന്റെ വാക്ക് കേട്ടതായിട്ട് ഭാവിച്ചില്ല. അതിലേക്ക് ഓർക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചു, സ്പെസിഫിക് ക്വസ്റ്റ്യൻ പക്ഷെ അദ്ദേഹത്തിന് ഉത്തരം പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ മുസ്ലിം ലീഗ് ഉയർത്തുന്ന രാഷ്ട്രീയം ദേശീയ തലത്തിലും കേരള രാഷ്ട്രീയത്തിലും മത സൗഹാർദ്ദത്തിന്റെ രാഷ്ട്രീയമാണ്. നമുക്കറിയാം, ഈ അടുത്ത ദിവസം പോലും തലശ്ശേരി ബിഷപ്പ് ഹൗസിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നതിനെ സന്ദർശിച്ചതിനെ, ബിഷപ്പ് പാംബ്ലാനിയുമായി സൗഹൃദ സംഭാഷണം നടത്തിയതിനെ കേരളത്തിലെ മതേതര വിശ്വാസികൾ, ജനാധിപത്യ വിശ്വാസികൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗ് നിൽക്കുന്നത് മത സൗഹാർദ്ദത്തിന്റെ പക്ഷത്താണ്. മുസ്ലിം ലീഗ് എന്ന ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ശക്തമായിട്ട് നിൽക്കുന്നില്ലായിരുന്നുവെങ്കിൽ പലപ്പോഴും നമ്മുടെ യുവജനതയെ മറ്റ് വിഭാഗങ്ങൾ കൊണ്ടുപോകുമായിരുന്നു. ഭീകര വിധ്വംസക പ്രവർത്തകർക്ക് യുവാക്കളെ ആകർഷിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ നജീബ് കാന്തപുരത്തെ പോലുള്ള യുവജന നേതാക്കന്മാർ നമ്മുടെ കേരളീയ യുവത്വത്തെ മതേതരത്വത്തിന്റെ, സമാധാനത്തിന്റെ, വികസനത്തിന്റെ പാതയിൽ അവരെ അണിനിരത്താൻ നേതൃത്വം നൽകുന്നു. അതിന് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ തലശ്ശേരിയിലെ ഞാൻ നേരത്തെ നജീബിനോട് പറയായിരുന്നു, ഞാൻ തലശ്ശേരി കോടതി പ്രാക്ടീസ് ചെയ്യും, ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്ത കാലം മുതൽ എനിക്ക് തലശ്ശേരിയിലെ മുസ്ലിം ലീഗ് നേതൃത്വവുമായിട്ട് വലിയ ബന്ധമുണ്ട്. ആ ബന്ധം ഒരിക്കൽ കൂടി പുതുക്കാൻ അവസരം തന്ന സംഘാടകർക്ക് നന്ദി പറഞ്ഞു. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ചടങ്ങിലാണ് ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇത്ര നിഗൂഢമായത് അല്ലെങ്കിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു സദസ്സിൻ്റെ മുമ്പിൽ വെച്ച് വടകരയിൽ വെച്ച് അദ്ദേഹത്തിന് ഇതുപോലെ ഊഷ്മളമായ ഒരു പുരസ്കാരദാനം നൽകിയിരുന്നു. അത് മാത്രമല്ല, പുരസ്കാര സമർപ്പണത്തിൻ്റെ ഒരു പരമ്പര തന്നെ നടന്നു വരികയാണ്. ഇത്ര ചെറിയ കാലത്തിനുള്ളിൽ ജനഹൃദയങ്ങളിൽ ഇത്രയധികം ഇഴുകിച്ചേർന്ന മറ്റൊരു യുവജന നേതാവ് നമ്മുടെ സംസ്ഥാനത്തില്ല എന്ന് തന്നെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്.
ഈ പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്ത ജൂറി കമ്മിറ്റിയിൽ ഞാൻ അംഗമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ എടുത്ത തീരുമാനം 100% ശരിയാണ് എന്ന് ആളുകൾ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പ്രൗഢമായ ജനക്കൂട്ടം എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. VP മുഹമ്മദ് സാഹിബിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ജന്മനാടായ തലശ്ശേരിയിൽ വെച്ച് വേറെ ഒരു നാട്ടിൽ നിന്ന് വന്ന് ഞാൻ പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. VP മുഹമ്മദ് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ഒരു സുഹൃത്തായിരുന്നു. വളരെ കാലം വിദ്യാർത്ഥി നേതാവ് എന്നുള്ള നിലക്കും രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലക്കും സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലക്കും നഗരസഭാ അംഗം എന്നുള്ള നിലക്കും എല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ വിശിഷ്ട സേവനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് എളുപ്പത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരാളല്ല VP മുഹമ്മദ് സാഹിബ്. അങ്ങനെ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ തന്നെ ഭൂതകാലത്തെ മൂല്യബോധ പുഷ്കലമായ ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നുവെന്നും ആ ഭൂതകാലത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭൂതകാല സുഹൃത്തുക്കളെ ഓർമ്മിക്കുക എന്നുള്ളതാണ് ഈ അനുസ്മരണ സമ്മേളനം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. VP മുഹമ്മദിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ പിതാവിന് പരിചയമുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് 1958, 59, 60 കാലത്ത് ബ്രിണ്ണൻ കോളേജിൽ അന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന ഒരു കാലം. ബ്രിണ്ണൻ കോളേജ് ധർമ്മടത്തല്ല, അന്ന് തലശ്ശേരി ഇന്നത്തെ മുനിസിപ്പൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന അവിടെയായിരുന്നു ബ്രിണ്ണൻ കോളേജ്. അവിടെ പ്രശസ്തരായ വിദ്യാർത്ഥികൾ പഠനമാക്കെടുത്ത് എന്തൊക്കെയാണ് ഈ മുഹമ്മദ് സാഹിബൊക്കെ അന്ന് ഞങ്ങൾക്ക് പഠിച്ചിരുന്ന കാലത്തായിരുന്നു ഒരു സീനിയറായിട്ടാണ്. അപ്പോൾ ആ അവസരത്തിൽ അക്കാലത്ത് VP മുഹമ്മദ് സാഹിബിൻ്റെ പിതാവ് അബൂക്ക, അദ്ദേഹം ചന്ദ്രയുടെ ഇപ്പോൾ പറഞ്ഞ ചന്ദ്രയുടെ ഏജന്റായിരുന്നു. അദ്ദേഹത്തിന് അവിടെ ഗുഡ്ഷെഡ് റോഡിൽ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു കടയുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ട്രെയിനിലാണ് വൈകുന്നേരം പോവുക വടകരക്ക്. താമസമാനപ്പോൾ ഞങ്ങൾക്ക് കണ്ണൂർക്ക് തെക്കോട്ടേക്ക് വടക്കോട്ടേക്ക് പോയി ഞങ്ങൾക്ക് തെക്കോട്ടേക്ക്. അപ്പോൾ ഞങ്ങളെ MSFൻ്റെ ഒക്കെ പ്രവർത്തനമായിട്ടുള്ള കുട്ടികൾ പലപ്പോഴും വൈകുന്നേരം ഈ കടയിലൊന്ന് ഒത്തുകൂടും, അബൂക്കാൻ്റെ കടയിൽ. അവിടെ ആണ് ചന്ദ്രിക വായിക്കുകയും സ്വല്പം തമാശ ചർച്ചയൊക്കെ പറഞ്ഞ് ട്രെയിനിൻ്റെ സമയത്ത് ഒരാളെ കഴിച്ചു കൂടും. അങ്ങനെ അദ്ദേഹവുമായി നല്ല പരിചയമുണ്ടായിരുന്നു എനിക്ക്. അദ്ദേഹത്തിൻ്റെ മകനാണ് മഹമ്മൂദ് എന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലായത്. പിന്നീട് അദ്ദേഹം മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ വേദികളിൽ വെട്ടിത്തെളിങ്ങുകയും കണ്ണൂർ ജില്ലാ MSFയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയൊക്കെ ചെയ്ത അവസരത്തിലെല്ലാം തന്നെ തൊട്ടുപുറകിലായി ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ പല പല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ പല പല ഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴൊക്കെ തന്നെ ഒരു സഹപ്രവർത്തകനായും ഒരു നിരീക്ഷകനായും ഒരു അഭ്യുദയകാംക്ഷിയായും ഒക്കെ തന്നെ പിന്നാലെ സഞ്ചരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഗവൺമെന്റ് സർവീസിലേക്ക് പോയി, ഞാനും സംഗതിവശാൽ ഗവൺമെന്റ് സർവീസിലേക്ക് പോയി. പിന്നെ ഞങ്ങളെ കൊണ്ട് പരിചയപ്പെടുന്നത് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ എന്ന സർവീസ് സംഘടനയുടെ പ്രവർത്തകന്മാരായിട്ടാണ്. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ എന്ന സർവീസ് സംഘടന, അതിന് സംസ്ഥാന പ്രസിഡന്റ് ഞാനും അതിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി VP മുഹമ്മദ്. അങ്ങനെ ഒരു സർവീസ് സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം കുറേ കാലം പ്രവർത്തിച്ച കാലം അത് ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ അത് ആ ഭാഗം കാര്യങ്ങളൊന്നും അനുസ്മരിച്ചില്ല. അങ്ങനെ ഒരു സംഘടനയുടെ പേര് പോലും പല ആൾക്ക് ഓർമ്മയില്ലാതെ എനിക്ക് തോന്നുന്നു. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ എങ്ങനെയാ സംഘടന ഉണ്ടായി എന്നുള്ള കാര്യം ഒരു മിനിറ്റ് കൊണ്ട് ഞാനത് പറയേണ്ട ഒരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കേരളം ഉണ്ടാകുന്ന അവസരത്തിൽ 1957 കാലത്ത് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലുമായി നിരവധി സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ നിരവധി സംഘടനകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ രാഷ്ട്രീയവൽക്കൃതമായ സംഘടനകളായിരുന്നില്ല അത്.
ഉത്തര കേരള NGO അസോസിയേഷൻ, മധ്യ കേരള NGO അസോസിയേഷൻ, കേരള NGO ഫെഡറേഷൻ, ഇങ്ങനെ നിരവധി സംഘടനകൾ. അതിനു പുറമെ കാറ്റഗറിക്കൽ സംഘടന ടൈപ്പിസ്റ്റ് ആൻഡ് സെനോഗ്രാഫേഴ്സ് അസോസിയേഷൻ, ഗ്ലോബൽ ഡിവിഷൻ ഹെൽത്ത് അസോസിയേഷൻ, ഇങ്ങനെ പല സംഘടനകൾ, ഇങ്ങനെ നൂറുകണക്കിന് സംഘടന ഉണ്ടായിരുന്നു 1961. ഈ സംഘടനകളൊക്കെ കൂടിച്ചേർന്ന് നമുക്ക് രാഷ്ട്രീയാതീതമായ രീതിയിൽ 2-3 സംഘടനകൾ മതി. NGOമാർക്കെല്ലാം കൂടെ ഒറ്റ സംഘടന, കേരള NGO യൂണിയൻ. രാഷ്ട്രീയ സംഘടന ജീവനക്കാർക്കെല്ലാം കൂടി ലോവർ ഗ്രേഡ് യൂണിയന്റെ മറ്റൊരു സംഘടന, സർക്കാർ അധ്യാപകന്മാർക്ക് വേറെ ഒരു സംഘടന, KGPT എന്ന വേറൊരു സംഘടന. ഇങ്ങനെ 3 സംഘടന മതി എന്ന് തീർച്ചപ്പെടുത്തി എല്ലാവരും അതിൽ പ്രവർത്തിച്ചു. അങ്ങനെ കേരളത്തിൽ ഏറ്റവും വലിയ NGO പ്രസ്ഥാനമായി കേരള NGO യൂണിയൻ വളർന്നു പോയി. കാര്യം തുടക്കത്തിൽ രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. മെല്ലെ 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 എല്ലാ യൂണിയനുകളും പിടിച്ചെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ ഭാഗമായി NGO യൂണിയൻ കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചെടുത്തു. വരുന്ന AK ഗോപാലനെ പോലുള്ള ആളുകൾ ഏതാണ്ട് പരസ്യമായിട്ട് തന്നെ അതിനുവേണ്ടി ചരട് പിടിച്ച് ഏതാണ്ട് പൂർണ്ണ CIT-യുടെ ഒരു പൂർണ്ണ രൂപം തന്നെ ആക്കി കേരള NGO യൂണിയനെ മാറ്റി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളൊക്കെ അവർ മുഴക്കാൻ തുടങ്ങി. കോടാക്കുളങ്ങര വാസപ്പിള്ളയെ വിട്ടയക്കണമെന്ന NGO-ന്റെ ഒരു വലിയ ഡിമാൻഡ്. എന്താ കോടാക്കുളങ്ങര വാസപ്പിള്ള എന്ന് പറഞ്ഞാൽ? മധുസൂദനൻ പിള്ള എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ്സുകാരനെ കൊന്ന കൊലക്കേസിലെ പ്രതിയായിട്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ച ആളായിരുന്നു കോടാക്കുളങ്ങര വാസപ്പിള്ള. ആ കോടാക്കുളങ്ങര വാസപ്പിള്ളയെ ജയിലിൽ നിന്ന് ഈ പ്രതിയെ കൊലപ്പുള്ളിയെ വിട്ടയക്കണമെന്നതായിരുന്നു NGO യൂണിയന്റെ പ്രമേയം. ഈ കോടാക്കുളങ്ങര വാസപ്പിള്ളി NGO യൂണിയൻ തമ്മിൽ എന്താ ബന്ധം? കാരണം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യമായിരുന്നു. ആ ആവശ്യം ഒരു മടിയുമില്ലാതെ ഈ NGO യൂണിയൻകാർ, ഉദ്യോഗസ്ഥന്മാർ, ഈ ഡെപ്യൂട്ടി തഹസിൽദാറും 50 ആൾക്കാരൊക്കെ നടക്കുന്ന NGO അവരെ വിളിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കൂടി കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടർന്നു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടർന്നു. NGO യൂണിയൻ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ യൂണിയനുകളും പിടർന്നപ്പോൾ NGO യൂണിയനിൽ പിടർന്നു. CPI, CPM ആയിട്ട്. അപ്പോൾ CPIക്കാണ് ജോയിന്റ് കൗൺസിലിന്റെ വേറെ സർവീസ് സംഘടന ഉണ്ടാക്കി NGO യൂണിയൻ സമ്പൂർണ്ണമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ. കുറേ അങ്ങോട്ട് പോയപ്പോൾ ഒരു സംഘടനയ്ക്ക് 2 സംഘടന ഉണ്ടായി. ഒന്ന് CPI ഉണ്ട്, ഒന്ന് CPM ഉണ്ട്. INDS കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വെച്ച് അന്നത്തെ പ്രമുഖ INDS CM സ്റ്റീഫൻ പ്രസംഗിച്ചു. അദ്ദേഹം വന്ന് കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ സർവീസ് സംഘടനയുടെ നേതൃത്വം വഹിക്കേണ്ട ആൾ. ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വലിയ ട്രേഡ് യൂണിയനുകൾ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു സർവീസ് സംഘടന വേണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം CPI നേതൃത്വത്തിലുള്ള ജോയിന്റ് കൗൺസിൽ പിളർന്ന് TD അപ്പുങ്ങാർ പ്രസിഡന്റായിക്കൊണ്ട് കേരള NGO അസോസിയേഷന്മാർ കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടന ഉണ്ടായി. കോൺഗ്രസ് ഇങ്ങനെ AUM പലതായി തുടർന്നത് അതിനനുസരിച്ച് തന്നെ NGO അസോസിയേഷൻ AI എന്നൊക്കെ പറഞ്ഞ് നിരവധി ഗ്രൂപ്പുകളായി. അപ്പോൾ കേരള കോൺഗ്രസ്സുകാർ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ്സുകാർ ഞങ്ങൾക്ക് ഒന്ന് വേണ്ട സർവീസ് അവരൊന്നുണ്ടാക്കി. കേരള NGO ഫ്രണ്ട് എന്നാണ് അതിൻ്റെ പേര്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വേറെ, ജോസഫ് ഗ്രൂപ്പ് വേറെ, ഏക്കബ് ഗ്രൂപ്പ് വേറെ. അപ്പോൾ അതുപോലെ ഇത് NGO ഫ്രണ്ട്, ഏക്കബ്, മാണി. അപ്പൊ BJP-ക്കാർ അടങ്ങിയിരുന്നില്ല. BJP-ക്കാരൻ പറഞ്ഞു ഞങ്ങൾക്ക് പെണ്ണ സംഘടന. അങ്ങനെ അവരുടെ ഒരു സംഘടന അതൊരു അങ്ങനെ ഉണ്ടാക്കി NGO ഫ്രണ്ട്, NGO സംഘി. അതുപോലെ ഇങ്ങനെ എല്ലാ സംഘടനക്കും ഈ അവസരത്തിൽ കുറെ മുസ്ലിം ലീഗുകാരായിട്ട് അനുഭാവികളെ ആളുകൾ സർവീസിലുണ്ടായിരുന്നു. 1954 ശേഷം വന്ന പഞ്ചവത്സര പദ്ധതികളൊക്കെ രൂപപ്പെട്ടു വന്നതിന് ശേഷം ധാരാളം ഒഴിവുകൾ സർക്കാർ സർവീസിലുണ്ടായി. 12% റിസർവേഷൻ ആനുകൂല്യം നേടിയതോട് ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ സർവീസിലേക്ക് വന്നു. അവർ സർവീസ് ആകുമ്പോൾ അവർ കഴിക്കുന്ന മുദ്രാവാക്യമൊക്കെ അവർക്ക് പരിചയമില്ലാത്ത മുദ്രാവാക്യങ്ങളാണ്, കേട്ട് ശരിയില്ലാത്ത മുദ്രാവാക്യങ്ങളാണ്. അപ്പോൾ അവർ ഇരുന്ന് ആലോചിച്ചിരുന്നാൽ ഇവർക്കൊക്കെ ഇങ്ങനെ നമുക്കും തുടങ്ങിക്കൂടെ. അങ്ങനെ ഈ കാര്യം അന്നത്തെ STU നേതാവായിരുന്ന UA ബീരാൻ സാഹിബിറ്റൊക്കെ ചർച്ച ചെയ്ത് അതിന് കോഴിക്കോട് നീലിമ ഹോട്ടലിൽ വെച്ചിട്ട് ഒരു പ്രതിനിധി സംഘം ഉണ്ടാക്കി. ആ പ്രതിനിധി സംഘത്തിൽ വെച്ചാണ് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ എന്ന സംഘടന ഉണ്ടാവുന്നത്. അത് പൂർണ്ണമായിട്ട് ലീഗിന്റെ സർവീസ് സംഘടന രീതിയൊന്നും അല്ല തുടങ്ങിയത്.
ഈ മാതിരി രാഷ്ട്രീയ ബന്ധിതമായ പ്രസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു സംഘടന എന്നുള്ള രീതിയിലാണ് അത് തുടങ്ങിയതെങ്കിലും പ്രായോഗികമായി അത് മുസ്ലിം ലീഗിന്റെ അനുഭാവികളുടെ ഒരു വേദിയായി മാറി. അപ്പോൾ നിർഭാഗ്യവശാല ഭാഗ്യവശാല ഞാൻ അതിൻ്റെ പ്രസിഡന്റ് 10-16 കൊല്ലക്കാലം അതിൻ്റെ പ്രസിഡന്റായി. അപ്പോൾ ഞങ്ങളിങ്ങനെ സമാന മനസ്കരെ അന്വേഷിച്ച് ഇങ്ങനെ ജില്ലകളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് AP മുഹമ്മദ് ശ്രദ്ധയിൽപ്പെടുന്നത്. തലശ്ശേരി വന്ന് AP മുഹമ്മദിനോട് ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഇപ്പോൾ സന്തോഷപൂർവ്വം അദ്ദേഹം ദൗത്യം ഏറ്റെടുക്കുകയും അതിനെ ആ പ്രസ്ഥാനത്തിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം അദ്ദേഹം വഹിക്കുകയും കണ്ണൂർ ജില്ലയിൽ ഈ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ എന്ന പ്രസ്ഥാനത്തിന്റെ അടിയിലേറുകയും കുറച്ച് മോശമല്ലാത്ത രീതിയിൽ അങ്ങനെ ഒരു സംഘടന ഇവിടെ കെട്ടിപ്പിടിക്കുകയും ചെയ്തതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളായിരുന്നു ഞാൻ AP മുഹമ്മദ്. വളരെ നന്ദിപൂർവ്വം വളരെ കൃതജ്ഞാപുരസ്സരം ഞാൻ ആ കാര്യം ഇവിടെ ആലോചിക്കുകയാണ്. ആ പ്രസ്ഥാനം വളർന്നു ഞങ്ങളൊക്കെ റിട്ടയറില്ലെങ്കിൽ വെള്ളം മരിച്ചുപോയി റിട്ടയറിയെങ്കിൽ ആ സംഘടന വളർന്ന് കേരളത്തെ ഒരു മൂന്നാം ശക്തി സർവീസ് സംഘടന രംഗത്തെ മൂന്നാം ശക്തിയിലേക്ക് വളർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ നിങ്ങളെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ വിദ്യാർത്ഥി പ്രവർത്തകനായ AP മുഹമ്മദിനെ മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ. എന്താ ഇങ്ങനെ സർവീസ് സംഘടനാ പ്രവർത്തകനായ ഒരു AP മുഹമ്മദ് കൂടി ഉണ്ട് എന്ന കാര്യം ഉണർത്തുക മാത്രമേ ഞാൻ ഈ അവസരത്തിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ച തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങള് ഇനി ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മൈൻഡ്സ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുന്നത് ഉറങ്ങാൻ നേരമായിട്ടില്ല, ഉറങ്ങാൻ കിടക്കുന്ന ഇനി ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അധികാരം പിടിച്ചെടുക്കുക, ഭരണത്തിലേറുക എന്നുള്ള അർത്ഥത്തിലല്ലേ ഞാൻ പറയുന്നത്. അധികാരം നല്ലത് തന്നെയാണ്, വേണ്ടത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും അധികാരം ഉണ്ടെങ്കിലേ നടക്കൂ എന്നൊന്നും വിചാരിക്കരുത്. അധികാരം ഇല്ലാത്ത അവസരത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നേരിടുത്തിട്ടുണ്ട്. കേരള സംസ്ഥാനം ഉണ്ടായ അവിടുത്തെ 1957 കാലഘട്ടത്തിൽ ഓർക്കുന്നതിനാവും പള്ളികളും മദ്രസയും എടുക്കണമെങ്കിൽ പെർമിറ്റ് വേണം എന്നൊരു നിയമം ഇവിടെ ഉണ്ടായിരുന്നു. തിരുവിതാംകൂറും കൊച്ചിയിലുണ്ടായിരുന്ന നിയമം മലബാറിലേക്ക് വ്യാപിപ്പിച്ച് പള്ളി മദ്രസയിൽ നിർമ്മിക്കേണ്ടത് പെർമിറ്റ് വാങ്ങണം, സർക്കാരിൽ നിന്ന് പെർമിറ്റ് വാങ്ങണം എന്നൊരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമത്തിനെതിരായി മുസ്ലിം ലീഗിന്റെ ബാനറിൽ കേരളത്തിലെ മുസ്ലിം സമുദായം ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിച്ചു. ജനാബ് CH മോദിയായ വളരെ ഇതിഹാസ തുല്യമായ ഒരു പ്രഭാഷണം നടത്തി കേരള നിയമസഭയിൽ. CH ചോദിച്ചു, CHന്റെ നിയമസഭാ പ്രസംഗങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ആ പ്രസംഗം അതിലേക്കാണ്. CH ചോദിച്ചു, മുഖ്യമന്ത്രിയോട് CH ചോദിച്ചു, സർ വെടിമരുന്ന് ശാലയ്ക്കും പടക്ക നിർമ്മാണശാലയ്ക്കും ലൈസൻസ് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. എന്നാൽ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന ഒരു മദ്രസ എടുക്കണമെങ്കിൽ ലൈസൻസ് വാങ്ങണം, ഗവൺമെന്റിനോട് പെർമിറ്റ് വാങ്ങണം എന്ന് പറയുന്നത് എവിടുത്തെ നിയമമാണ് സാർ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ല. ആ നിയമം നിരവധി പിൻവലിച്ചു. അന്ന് അധികാരമുള്ളതുകൊണ്ടല്ല. CHന്റെ വായന നാവും അദ്ദേഹത്തിന്റെ നാക്കും അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിന്ന ജനശക്തിയും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് ഒരു കൊതുകിന്റെ ചേര പോലും ഒഴിക്കാതെ ആ നിയമം പിൻവലിപ്പിക്കുന്നത്. അധികാരമുള്ളതുകൊണ്ടല്ല. പിന്നെ നമ്മുടെ റിസർവേഷൻ നിയമം, മുസ്ലിം സമുദായത്തിന് 12% റിസർവേഷൻ അനുവദിച്ചിട്ടുണ്ട് സർക്കാർ സർവീസിൽ. എങ്ങനെ കിട്ടിയത്? പ്രക്ഷോഭം നടത്തിയിട്ടാണ്. 1957 EMS ഗവൺമെന്റിന്റെ കാലത്ത് ഒരു റിസർവേഷൻ നിയമം കൊണ്ടുവന്നു. എന്താ റിസർവേഷൻ എന്ന് വെച്ചാൽ പിന്നോക്ക ജാതിക്കാർക്ക് എല്ലാവർക്കും കൂടി 35% റിസർവേഷൻ. പിന്നോക്ക ജാതിക്കാർക്ക് എല്ലാവർക്കും കൂടി 35% റിസർവേഷൻ ഇതായിരുന്നു. പിന്നോക്ക ജാതിക്കാർ എത്രയോ പിന്നോക്ക ജാതിക്ക് 100 പിന്നോക്ക ജാതിക്കാരുണ്ട്. കത്തോലിക്കൽ പിന്നോക്കാണ്, ഈഴവ പിന്നോക്കാണ്, മാപ്പിള പിന്നോക്കാണ്, ദീവർ പിന്നോക്കാണ്. ഇങ്ങനെ 10-75 പിന്നോക്ക ജാതി. ഇവർക്ക് എല്ലാവർക്കും കൂടി കലപ്പിൽ 35%. ഇന്ന് ജാതിക്കാർക്ക് ഇത്ര എന്നത് കണക്കില്ല, പിന്നോക്കായാൽ മതി 35%. അപ്പൊ ഈ നിയമത്തില് താരതമ്യേന പിന്നോക്കക്കാരിലും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു തരത്തിലും നീതി കിട്ടാത്തൊരവസ്ഥയായിരുന്നു. കാരണം പിന്നോക്ക ജാതിക്കാർക്കിടയിൽ മുന്നോക്കക്കാരുണ്ട്. ഇപ്പൊ ഈഴവ സമുദായം പറയുകയാണെങ്കിൽ ലത്തീൻ കത്തോലിക്ക പറയുകയാണെങ്കിൽ പിന്നോക്കാണ്. പക്ഷെ മാപ്പിള വരക്കൽ അവർ മുന്നോക്കാണ്. അപ്പൊ മത്സര പരീക്ഷ നടത്തിയാൽ ഒരിക്കലും ഈ മാപ്പിള കുട്ടികളെ വിജയിക്കുന്നില്ല എന്നൊരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായി. അപ്പോൾ റിസർവേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ റിസർവേഷൻ ഉണ്ട്, പക്ഷെ അനുഭവിക്കാൻ കഴിഞ്ഞില്ല.
ഒരു ഉദാഹരണം പറയാൻ 100 പോലീസുകാർ എടുക്കുന്നത് പറയും ഗവൺമെന്റ്. 100 പോലീസുകാർ എടുക്കുമ്പോൾ 35 പിന്നോക്കക്കാരെടുക്കണം. 35 ഈഴവരെടുത്താൽ മതി, പിന്നോക്കായില്ലേ, കേസ് കൊടുക്കാൻ കഴിയുമല്ലോ. അല്ലെങ്കിൽ 35 ലത്തീൻ കത്തോലിക്കരെടുത്താൽ മതി, ഒറ്റ മാപ്പിളമാരെ എടുക്കണമെന്നില്ല, കേസ് കൊടുക്കാൻ കഴിയും. കേസ് കൊടുത്താൽ കോടതി എന്താ പറയാ, ഗവൺമെന്റ് ഞങ്ങൾ പിന്നോക്കക്കാരെടുക്കുന്ന നിയമം പിന്നോക്കക്കാരെടുത്തിട്ടുണ്ട്, പിന്നോക്കക്കാരെ ഇന്ന് ഞാൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിനെതിരായിട്ട് വലിയൊരു ഭൂരിപക്ഷവും മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചു. ഞാൻ TAKന്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസംഗം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം കൊച്ചിയുടെയും കുറുക്കിന്റെയും കഥ പറഞ്ഞുകൊണ്ടാണ് നിയമസഭയിൽ തന്റെ പ്രസംഗം ആരംഭിച്ചത്. കൊച്ചിയുടെയും കുറുക്കിന്റെയും കഥ നമ്മൾ പഞ്ചതന്ത്രത്തിലെ കുട്ടികൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന കഥയാണ്. കൊച്ചിയും കുറുക്കനും സുഹൃത്തുക്കളായിരുന്നു. കുറുക്കിനെ ഒന്ന് പറ്റിക്കരുത് എൻ്റെ കൊക്കിൽ എന്ത് ചെയ്തു, ചെറിയ ദിവസം പറയും എൻ്റെ വീട്ടിൽ നല്ല പായസമുണ്ട്, വന്നാൽ തരാമെന്ന് പറഞ്ഞു. പായസം കിട്ടുന്ന നേരെ കുറുക്കൻ കൊച്ചിയുടെ വീട്ടിൽ പോയി. കൊച്ചി നല്ല പായസം ഉണ്ടാക്കിയിട്ട് ഒരു കൂറ്റ പോലെ കഴുത്ത് നീണ്ട ഒരു കുപ്പിയിൽ നിറച്ചിട്ട് പാത്രത്തിൽ നിറച്ചിട്ട് കുറുക്കനെ കുടിക്കാൻ കൊടുത്തു. കുറുക്കനെ കുടിക്കാൻ കഴിയും. കുറുക്കന് പരന്ന പാത്രത്തിൽ കിട്ടണം, മക്കേ കുടിക്കാൻ കഴിയുള്ളൂ. കൊച്ചിക്കാണിക്കുന്ന നീണ്ട കൊക്കുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ കുടിക്കാൻ കഴിയും പായസം. കുറുക്കനിങ്ങനെ നാവ് നീട്ടി നക്കാൻ കുറുക്കന് പായസം കിട്ടുന്നില്ല. അപ്പൊ കുറുക്കനെ കൊടുത്തതെന്ന് കൊടുത്തു, പക്ഷെ കുറുക്കനെ കിട്ടിയോ കിട്ടിയില്ല. അതുപോലെ മാപ്പിളമാർക്ക് റിസർവേഷൻ ഉണ്ടോ, ഉണ്ട്, പക്ഷെ മാപ്പിളത്തിന് കിട്ടുമോ കിട്ടൂല, ഇതായിരുന്നു. അതുകൊണ്ട് ഈ വിഷമ വൃത്തത്തിൽ നിന്ന് മാപ്പിള സമുദായത്തെ രക്ഷിക്കാൻ കമ്മ്യൂണൽ സബ്രോട്ടേഷൻ കൊണ്ടുവരാമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു, CH ആവശ്യപ്പെട്ടു. കമ്മ്യൂണൽ സബ്രോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ജാതിക്ക് ഇത്ര പ്രത്യേകമാണ്. കലപ്പില് 35 പറഞ്ഞാൽ പോരാ. അത് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടി വന്നു. ന്യായമായ അപ്രതിരോധ്യമായ വാദമുഖങ്ങളാണ് CH പറഞ്ഞത്, നിഷേധിക്കാനാവാത്ത വാദമുഖങ്ങളും. അതിന് പിന്നിൽ ലക്ഷക്കണക്കിന് മുസ്ലിം ബഹുജനങ്ങൾ അണിനിരക്കുകയും ചെയ്തു. ഗവൺമെന്റ് നിയമം മാറ്റി കമ്മ്യൂണൽ സബ്രോട്ടേഷൻ കൊണ്ടുവന്നു. മാപ്പിളമാർക്ക് 12% റിസർവേഷൻ, ഈഴവർക്ക് 14% റിസർവേഷൻ, ലത്തീൻ കത്തോലിക്ക, എങ്ങനെ ഓരോ ജാതിക്കാർക്കും ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പുതിയ റിസർവേഷൻ നിയമം വരികയും ഏത് റിക്രൂട്ട്മെന്റ് നടത്തിയാലും 12% മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ ഉണ്ടായിരിക്കണം എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തത് അധികാരമുള്ളത് കൊണ്ടല്ല, സംഘടനാ ശക്തി കൊണ്ടുകൊണ്ടാണ്. അങ്ങനെ എന്തെല്ലാം ഉദാഹരണങ്ങൾ ഒരുപാട്. ഈ അടുത്ത ഞാനും APയും സർവീസ് ജീവിതത്തിൽ ഒരുപോലെയാണ്. MSFന്റെ പ്രവർത്തന രംഗത്ത്, യൂത്ത് ലീഗിന്റെ പ്രവർത്തന രംഗത്തും ശോഭിച്ചു നിൽക്കുമ്പോഴാണ് ഞാൻ ഗവൺമെന്റ് സർവീസിലേക്ക് പോയത്. അവസാനം ഒരു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് സർവീസിൽ നിന്ന് പിരിയുന്നു. അതേപോലെ തന്നെയാണ് APയും. ഈ രംഗത്ത് സജീവമായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം സെയിൽസ് ആക്ട് ഡിപ്പാർട്ട്മെന്റിലെത്തുന്നത്. അതൊരു ചിന്തിക്കേണ്ട ഒന്നാണ്. ഒരു മുസ്ലിം ലീഗ് എന്നത് മൂല്യവത്തായ ജീവിതം വേണം. അവനൊരു മുസ്ലിം ലീഗ് ആണ് എന്ന് പറയണം, പറയിക്കണം, പക്ഷെ പറയിപ്പിക്കരുത്. ഔദ്യോഗിക തലങ്ങൾ, പ്രത്യേകിച്ചും സെയിൽസ് ടാക്സ് പോലെയുള്ള വകുപ്പുകൾ ഏത് രീതിയിലുള്ള ജീവിത സാഹചര്യത്തെയും ഡൈവേർട്ട് ചെയ്യാൻ, സാമ്പത്തികമായി മറ്റൊരു രീതിയിലേക്ക് തൻ്റെ ഔദ്യോഗിക ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വകുപ്പായിട്ട് പോലും കാക്ക കണ്ണുകളോടുകൂടി, കഴുകന്റെ കണ്ണുകളോടുകൂടി APയുടെ പ്രവർത്തനത്തെ വീക്ഷിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പഴുതുകളിൽ കൂടി ഒരു മുസ്ലിം ലീഗുകാരനാണെന്ന് പറഞ്ഞു അടച്ചാക്ഷേപിച്ച് അദ്ദേഹത്തെ തന്റെ പരിധിയിൽ നിർത്താൻ കഴിയുമോ എന്ന് ശ്രമിച്ചിട്ടും LD ക്ലാർക്ക് മുതൽ ഗസറ്റ് റാങ്ക് വരെ എത്തിയിട്ടും ഒരു ആൾക്കാരെ കൊണ്ടും ഒരു അഴിമതിയോ അല്ലെങ്കിൽ ഒരു കൈക്കൂലിയോ പറയിപ്പിക്കാതെ സർവീസിൽ നിന്ന് വിരമിച്ച് ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിച്ച് അദ്ദേഹം നമ്മളിൽ നിന്ന് അള്ളാഹുവിന്റെ മഖ്സദിയായ ജീവിതത്തിലേക്ക് നീങ്ങിയിരിക്കും. എനിക്ക് ഔദ്യോഗിക തലത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആരെങ്കിലും എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ഞാനൊരു മുസ്ലിം ലീഗുകാരനാണെന്ന്, ഞാനൊരു മുസ്ലിമാണെന്ന് പറയാനുള്ള മൂല്യബോധം ഈ ചടങ്ങ് APയുടെ ജീവിതത്തിൽ കൂടി നമുക്ക് സമർപ്പിക്കുന്നു. പുരസ്കാര ജേതാവ് നജീബിനും അതേപോലെ നജീബിന് എല്ലാവിധ അഭിവാദ്യവും അർപ്പിക്കുന്നു. APയുടെ പരലോക ജീവിതം അല്ലാഹു വിജയപ്രദവും സന്തോഷകരവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നിർത്തുന്നു. സ്ഥാനം. അടുത്തായി നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം അവാർഡ് ഏറ്റുവാങ്ങി അതിനുള്ള മറുപടി പ്രസംഗത്തിനായി നജീബ് കാന്തപുരത്തെ അതേപോലെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഈ ചടങ്ങിൻ്റെ അഭിവന്ദനായ അധ്യക്ഷൻ മുസ്ലിം ലീഗിൻ്റെ തലശ്ശേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് അബൂട്ടി ഹാജി, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും MSF കാലം മുതൽ ഒരുമിച്ച് എഴുത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ഷാനിദ് നേക്കുന്ന്, നമ്മുടെ എല്ലാം അഭിവന്ദനായ നേതാവ്, ഗ്രന്ഥകാരനും ചരിത്രകാരനും, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുകയാണെങ്കിൽ കേട്ടുപഠിക്കേണ്ട പ്രിയപ്പെട്ട MC വടകര, നമ്മുടെ അഭിവന്ദനായ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയും പ്രിയപ്പെട്ട സഹപ്രവർത്തകനും ഈ യോഗത്തിൽ എന്നെ പരിചയപ്പെടുത്തുക എന്ന വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ലത്തീഫ് വക്കീൽ, എൻ്റെ ബഹുമാന്യനായ സഹപ്രവർത്തകൻ മുസ്തഫ സാഹിബ്, പ്രിയപ്പെട്ട KT സാദുള്ള സാഹിബ്, പ്രിയപ്പെട്ട KC അഹമ്മദ് സാഹിബ്, CKP മുഹമ്മദ് സാഹിബ്, ബഹുമാന്യനായ AP മുഹമ്മദ് സാഹിബിൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായ സഹപ്രവർത്തകർ, അദ്ദേഹത്തിൻ്റെ സന്നിഹിതമായിട്ടുള്ള സാക്കിർ ബിലാക്കണ്ടി, മകൻ ജംഷീദ് മഹ്മൂദ്, സ്നേഹമുള്ള മുസ്ലിം ലീഗിൻ്റെ സഹോദരി സഹോദരന്മാർ, ഈ തലശ്ശേരിയിലെ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകർ, ഞാൻ ഈ മഹത്തായ പുരസ്കാരം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. ഈയിടെയായി MC പറഞ്ഞ പോലെ വിദ്യാഭ്യാസ രംഗത്ത് ചില ചെറിയ ചുവടുവയ്പ്പുകൾ നടത്താൻ സാധിച്ചപ്പോൾ സമൂഹം അക്കാര്യത്തിൽ നൽകുന്ന വർദ്ധിച്ച പിന്തുണയിൽ ഞാൻ ഏറെ അഭിമാനിക്കുകയാണ്. എനിക്ക് ഈയിടെയായി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചപ്പോഴും ആ പുരസ്കാരങ്ങളെക്കാൾ എല്ലാം മാറ്റുള്ള ഒരു പുരസ്കാരമാണ് തലശ്ശേരിയുടെ പുരസ്കാരം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. മുസ്ലിം ലീഗുകാരുടെ മദീനയാണ് തലശ്ശേരി എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖല തിരഞ്ഞെടുത്തുകൊണ്ട് തൻ്റെ നാടും വീടും വിട്ട് ഏറ്റവും വലിയ ഒരു തീർത്ഥാടനം നടത്തിയത് ഈ തലശ്ശേരിയിലേക്കാണ്. അത് സീതി സാഹിബായിരുന്നു. കൊടുങ്ങല്ലൂരിലെ എല്ലാ സുഖലോലുപതകൾക്കും ഇടയിൽ, എല്ലാ സന്തോഷങ്ങൾക്കും ഇടയിൽ ധനാഢ്യനായിരുന്ന ഒരു പിതാവിന്റെ മകൻ ട്രെയിൻ കയറി തലശ്ശേരിയിലേക്ക് വന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു. ആ കാരണമാണ് പെരിന്തൽമണ്ണയിലെ സിവിൽ സർവീസ് അക്കാദമിയുടെയും ജനനം എന്ന അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും. പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഇങ്ങനെ ഒരു കാര്യത്തിന്റെ ഇൻസ്പിറേഷൻ? വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കാൻ എൻ്റെ ഇൻസ്പിറേഷൻ എൻ്റെ പാർട്ടിയാണ് എന്ന് 1000 വട്ടം അഭിമാനത്തോടെ പറയുന്ന ഒരാളാണ്. കാരണം കേരളത്തിലോ ഇന്ത്യയിലോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത ഒരു വേറിട്ട സവിശേഷത മുസ്ലിം ലീഗിനുണ്ട്. ആ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ അജണ്ടയിലെ പ്രധാനപ്പെട്ട ഒരു ഇനം വിദ്യാഭ്യാസമാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സീതി സാഹിബ് നാട്ടിലെത്തിയതിനു ശേഷം നമുക്ക് തലശ്ശേരിയുടെ ചരിത്രം മാറുന്നത് വളരെ മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ മുസ്ലിം ലീഗിന് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ആ അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതമായി ഞാൻ കാണുന്നത്, സർവ്വേന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ജനിക്കുന്നതിന് മുമ്പ് ആ പാർട്ടിയുടെ മുഖപത്രം ജനിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 936 ജനിക്കുന്നത് ചന്ദ്രികയാണ്, 948 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി മാറുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മൗത്ത് പീസ് ജനിക്കുന്നത് ആ പാർട്ടി ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പാണ് എന്നുള്ളത് എത്ര ദിശനാപരമായ ഒരു സമൂഹമാണിത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മുസ്ലിംകൾ ലോകത്ത് അറിയപ്പെട്ടത് നോളജിന്റെ പേരിലാണ്. മുസ്ലിംകൾ ലോകത്ത് അഭിമാനിച്ചത് ശാസ്ത്ര നേട്ടങ്ങളുടെ പേരിലാണ്. മുസ്ലിംകൾ ലോകത്തിന് മുമ്പിൽ തല ഉയർത്തി നിന്നത് യൂണിവേഴ്സിറ്റികളുടെ പേരിലാണ്. മുസ്ലിംകൾ ലോകത്തെ അടയാളപ്പെടുത്തിയത് ഗവേഷണങ്ങളുടെ പേരിലാണ്. ആ മുസ്ലിം സമൂഹം ചരിത്രത്തിന്റെ ചില ദശാസന്ധികളിൽ പലതരത്തിലുള്ള മേഖലകളിൽ
അവരുടെ പേര് നാമമാറ്റം ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ യാത്രയാണ് സീതി സാഹിബിന്റെ ചിന്തകളിൽ ജ്വലിച്ചു വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കേരളത്തിൽ മുസ്ലിം സമൂഹത്തിനുണ്ടായ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങൾക്കും പിറകിൽ ഒരൊറ്റ മനുഷ്യനോടാണ് പാറ്റന്റ് കൊടുക്കേണ്ടത്. അത് KM സീതി സാഹിബ് എന്ന് പറയുന്ന മനുഷ്യൻ. അതുകൊണ്ട് സീതി സാഹിബിനെ പിൻപറ്റിയവരുടെ നാടാണ് ഈ തലശ്ശേരി എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് തലശ്ശേരിയെ മദീന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തലശ്ശേരി ഒരു തീർത്ഥാടനം പോലെ ഒരു മനുഷ്യൻ വന്ന് ആ മനുഷ്യനെ സ്വീകരിച്ച അൻസാറുകളുടെ നാടാണ് മദീന എന്നുകൂടി അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങൾ കൈനീട്ടി സ്വീകരിച്ചു സീതി സാഹിബിനെ. ഈ നാട്ടിലെ നിങ്ങളുടെ മുൻ തലമുറക്കാർ സീതി സാഹിബിന് വെള്ളവും വളവും നൽകി. ചന്ദ്രിക പിറന്നത് തലശ്ശേരിയിലാണ്. മുബാറക് ഹൈസ്കൂൾ ഉണ്ടാകുന്നത് തലശ്ശേരിയിലാണ്. വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രങ്ങൾ അത്രയും ഉണ്ടാകുന്നത് തലശ്ശേരിയിലാണ്. ചിന്തകളുടെ പ്രവാഹം ഉണ്ടാകുന്നത് തലശ്ശേരിയിൽ നിന്നാണ്. എഴുത്തിന്റെ സാംസ്കാരികതയുടെ ഒരു മടിയുമില്ലാതെ നമുക്ക് പറയാം, കേരള മുസ്ലിങ്ങൾക്കൊരു സാംസ്കാരിക തലസ്ഥാനമുണ്ടെങ്കിൽ അത് തലശ്ശേരി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം. ആ തലശ്ശേരിയിൽ നിന്നൊരു അവാർഡ് വാങ്ങാൻ എന്നെ തെരഞ്ഞെടുത്തു എന്നതിനേക്കാൾ വലിയ ഒരു അംഗീകാരം എനിക്ക് ജീവിതത്തിൽ മറ്റൊന്നും കിട്ടാനില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അഭിമന്യരായ നിയോജക മണ്ഡലം കമ്മിറ്റിയെയും പ്രിയപ്പെട്ട ജൂറി അംഗങ്ങളായിട്ടുള്ള MC അടക്കമുള്ള നേതാക്കളോടും ഞാൻ നന്ദി പറയാം. ഇവിടെ ബഹുമാന്യനായ മാമൂദ് സാഹിബിനെ പലതരത്തിൽ നിരീക്ഷിക്കുകയുണ്ടായി. കൂടെ പഠിച്ച സഹപാഠിയുടെ ഓർമ്മകളിൽ നിന്ന് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തെ കുറിച്ച് ദീർഘമായി സംസാരിച്ചു. ഒരു സർവീസ് സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ കുറിച്ച് MC പറഞ്ഞു. ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മുഴുവൻ ആളുകളും മാമൂദ് സാഹിബിന്റെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലുള്ള ഒരു ഭാഗം പറഞ്ഞു. എത്ര മുഖങ്ങളാണ് ഒരു മനുഷ്യനുള്ളത്. ഞാൻ ഏറ്റവും അത്ഭുതപ്പെടുന്ന കാര്യം, ഒരു സർവീസ് സംഘടനാ പ്രവർത്തകനായി പ്രത്യേകിച്ച് സെയിൽ ടാക്സിൽ പ്രവർത്തിച്ചിട്ട് ആ ജോലി കഴിഞ്ഞ് ഒരു ജനപ്രതിനിധി ആയിട്ടുണ്ടെങ്കിൽ അത് പത്തരമാറ്റ് വ്യക്തിത്വത്തിന്റെ തിളക്കം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം സെയിൽ ടാക്സ് പോലൊരു സ്ഥലത്തുനിന്ന് ഒരു പരാതിയുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ ഇറങ്ങിപ്പോന്ന് ജനവിധി തേടി ജനങ്ങൾക്ക് മുമ്പിൽ ജയിച്ച നേതാവാണ് മാമൂദ് സാഹിബ് എന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല സത്യസന്ധമായ പ്രവർത്തനത്തിനുള്ള സർട്ടിഫിക്കറ്റാണ്. ജനങ്ങൾ നൽകിയ സർട്ടിഫിക്കറ്റാണ്. ആ ജനങ്ങൾ നൽകിയ സർട്ടിഫിക്കറ്റിനോട് 100% നീതി പുലർത്തിയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോക ജീവിതം ഏറ്റവും സന്തോഷകരമാക്കട്ടെ. ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു യാത്രയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു മനുഷ്യനും വേറൊരു മനുഷ്യന്റെ വഴിയിലൂടെ നടക്കുന്നേയില്ല. ഒരാളും മറ്റൊരാൾക്ക് സമാനനുമല്ല. ലോകത്തൊരു മനുഷ്യനും കൈവിരൽ അടയാളം മറ്റൊന്ന് ഒരു മനുഷ്യൻ്റെത് വേറൊരാൾക്കില്ല. ലോകത്തെ മുഴുവൻ മനുഷ്യരും യുണീക്കാണ്. നമ്മൾ ചിലപ്പം പറയും അവൻ അവന്റെ വാപ്പന്റെ വഴിയിലാണ് നടക്കുന്നത്. ശരിയല്ല. ഒരു മകനും ഒരു വാപ്പന്റെ വഴിയിൽ നടക്കാൻ കഴിയില്ല. കാരണം ആ വഴി വാപ്പ നടന്നു തീർത്തു പോയിരിക്കും. എല്ലാവർക്കും നടക്കാനുള്ള വഴി നമ്മുടെ സ്വന്തം വഴിയാണ്. ആ വഴി വെട്ടിത്തെളിയിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. ജീവിതത്തിൽ വഴിയുണ്ടാക്കുക എന്നതാണ് ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് വഴിയാണ് ഉണ്ടാക്കേണ്ടത്? എന്താണ് നമ്മളുടെ നീഡ് ഓഫ് ദ ഹവർ എന്ന് പറയുന്നത്? ഈ കാലത്തിന്റെ ആവശ്യം എന്താണ്? ഞാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും സഹോദരങ്ങളോടും പറയുന്നു, നമുക്കെല്ലാവർക്കും മാമൂദ് സാഹിബിനെ പോലെ ജീവിതത്തിൽ നടത്താൻ ഒരു പ്രവർത്തനമുണ്ട്, നടക്കാൻ ഒരു വഴിയുണ്ട്. എനിക്കും നിങ്ങൾക്കും സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു MLA ആയി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം എന്തുകൊണ്ട് മലബാറിലെ കുട്ടികൾ നമ്മുടെ സർവീസ് രംഗത്ത് ഉണ്ടാവുന്നില്ല എന്ന ചോദ്യമായി. നമ്മളിപ്പോ തലശ്ശേരിയിലേക്ക് ചൂണ്ടുമ്പോ ഇത്രയേറെ കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ള ഒരു മണ്ണിൽ നിങ്ങളൊരു ആത്മവിചിന്തനം നടത്തേണ്ടത് കൂടിയുണ്ട്. ഞാൻ ഈ അവാർഡ് വാങ്ങി പോകുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു തീ വിട്ടേച്ചു പോവുകയാണ്. ആ തീ നമ്മളുടെ തലശ്ശേരി അതിന്റെ എല്ലാ പ്രതാപങ്ങളോടെയും
ഒരു കാലത്ത് തലയുയർത്തി നിന്ന തലശ്ശേരിയെ നിങ്ങൾ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള കാര്യം. എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഏറ്റവും സ്മാർട്ടായ കുട്ടികൾ മലയാളികളാണ്. ഏറ്റവും കൂടുതൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ നേട്ടമുണ്ടാക്കുന്നത് മലയാളികളാണ്. ഏറ്റവും കൂടുതൽ പല മത്സര പരീക്ഷകളിലും മലയാളികളാണ്. നമ്മളുടെ കുട്ടികൾ എയിംസിലുണ്ട്, നമ്മളുടെ കുട്ടികൾ IIT-കളിലുണ്ട്, നമ്മളുടെ കുട്ടികൾ IIM-ലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മളുടെ കുട്ടികളുടെ ഓപ്ഷനായി സിവിൽ സർവീസ് വരുന്നില്ല എന്നതിന്റെ എക്കാലത്തെയും ഒരു ചിന്തയായി. യഥാർത്ഥത്തിൽ ഞാൻ MLA ആകുന്നതിന് മുമ്പ് ഇത് തുടങ്ങാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ MLA ആയപ്പോ ഒരു നല്ല അവസരം കിട്ടി, ഒരു നല്ല നാട്ടിലും എത്തി. ആ നാടെന്നെ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് ആ ഒരു വലിയ മഹത്തായ ഉദ്യമത്തിന്റെ കൂടെ നിന്നു എന്നത് വളരെ പ്രധാനമാണ്. പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ സർക്കാരിന്റെ ഒരു നയാ പൈസയുടെ സഹായം പോലും ഇല്ലാതെയാണ് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഞാൻ നിങ്ങൾ നൽകിയിട്ടുള്ള ഈ തുക ചെറിയ തുകയായിട്ടല്ല കാണുന്നത്, ഇതൊരു വലിയ തുകയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ തുക ഞാൻ സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് മാറ്റുകയാണ്. സന്തോഷം. ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ വാർഡുകളും മാറ്റിയതാണ്. കാരണം നമുക്ക് പണം വേണം. പണം എന്തിനാണ്? ഞാൻ പലപ്പോഴും കുട്ടികളോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ സ്വപ്നം? നമ്മുടെ അക്കാദമിയിൽ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ബാച്ചിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി നമ്മുടെ കൊയിലാണ്ടിക്കടുത്ത നന്ദിയിലെ ഒരു തീരദേശ പ്രദേശത്ത് നിന്ന് വരുന്ന ഒരു കുട്ടിയാണ്. ആ പെൺകുട്ടി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് പഠിച്ച പെൺകുട്ടിയാണ്. അവളുടെ വാപ്പ ഒരു മീൻ കച്ചവടക്കാരനാണ്. അവളുടെ വാപ്പ മത്സ്യത്തൊഴിലാളിയാണ്. അവൾ ജീവിക്കുന്നത് ഒരു കെട്ടിമറച്ച വീട്ടിലാണ്. ടാർപ്പായ കൊണ്ട് കെട്ടിമറച്ച വീട്ടിൽ നിന്ന് അവളുടെ പ്രതിഭാവിലാസം കൊണ്ട് ഞങ്ങളുടെ അക്കാദമിയിലേക്ക് എത്തിയ ഒരു പെൺകുട്ടിയാണ്. ഒരു ദിവസം ഞാൻ അവളോട് പറഞ്ഞു, നീ മനസ്സിലൊരു സ്വപ്നം കാണണം. ഒരു ദിവസം വരും, അന്ന് നിന്റെ ആ കെട്ടിമറച്ച വീട്ടിന് മുമ്പിൽ ഒരു സബ് കളക്ടറുടെ കാറ് വന്നു നിൽക്കുന്ന ദിവസം വരും. ആ ദിവസത്തിന് വേണ്ടി നീ ജോലി ചെയ്യും. അങ്ങനെ മിടുക്കിയായി അവളെ പഠിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഉത്സാഹിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ലോകത്തൊരു വിജയവും വെറുതെ ഉണ്ടായിട്ടില്ല, ലോകത്തൊരു സംഗതിയും വെറുതെ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ഇപ്പൊ കുട്ടികളെ എങ്ങോട്ടാണ് നയിക്കുന്നത്? എല്ലാവരും നയിക്കുന്നത് അവരെ ഡോക്ടറാക്കണം. എല്ലാവരും കൊണ്ടുവിടുന്നത് നീറ്റ് എക്സാം കടത്തണം. അവരതിന് റെസിഡൻഷ്യൽ കോച്ചിങ് സെന്ററിലേക്ക് കൊണ്ടുവിടുന്നു. ഞാൻ നിങ്ങളോട് പറയാൻ, ഒരു തോട്ട് ഷിഫ്റ്റിന്റെ സമയമായിരിക്കുന്നു. ഇനി ആർക്ക് വേണം ഡോക്ടറെ? എത്ര കാലം കഴിയണം ഒരു ഡോക്ടറായി തീരാൻ? ഏറ്റവും ചുരുങ്ങിയത് 1 വർഷമെങ്കിലും അവർ കോച്ചിങ്ങിന് പോകും, അല്ലെ? അത് കഴിഞ്ഞ് 6 വർഷം അവർ MBBS പഠിക്കും, അല്ലെ? ഹൗസ് സർജൻസി കഴിയുമ്പോൾ 7 കൊല്ലമായി. അത് കഴിഞ്ഞ് അവർക്ക് ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ, ഇപ്പോ PG ഇല്ലാത്ത ആരെന്തെങ്കിലും നിങ്ങളറിയാം, തലവേദന ആയാല് ഒരു MBBS പോകുന്നുണ്ടോ? ആരും കൂടില്ല. ആ MD മതിയോ? അതും പോലെ. അപ്പോഴേക്ക് 10 വർഷം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും ടാലന്റഡ് ആയ മലബാറിലെ കുട്ടികളെ ഇനി ഷിഫ്റ്റ് ചെയ്യേണ്ടത് സിവിൽ സർവീസിലേക്കാണ്. നിങ്ങളൊരു ഡോക്ടറെ ഉണ്ടാക്കുന്നതിന് പകരം 100 ഡോക്ടറെ പോസ്റ്റ് ചെയ്യുന്ന ഹെൽത്ത് സെക്രട്ടറി ആയി നമുക്കൊരു കുട്ടിയെ മാറ്റാൻ സാധിക്കും. അപ്പൊ ഒരു ഡോക്ടർ ആവുന്നതിന് പകരം, ഇത് ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. ഇത് തുടങ്ങുമ്പോ, സിവിൽ സർവീസ് അക്കാദമി തുടങ്ങുമ്പോ ഒരുപാട് വെല്ലുവിളികളായി. ആദ്യ ആളുകൾ ചോദിച്ചത്, ഈ മലബാറിലെ 7 ജില്ലകളിൽ നിന്നാണ് ഞങ്ങൾ കുട്ടികളെ എടുക്കുന്നത്, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികളെ. അതെന്തുകൊണ്ടാണ് ഇവിടെ മാത്രം എടുത്തത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ടുള്ള ആളുകൾക്ക് തിരുവനന്തപുരത്ത് സൗകര്യം ഉണ്ടല്ലോ, സൗകര്യം ഇല്ലാത്ത മലബാറിലല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഉള്ള കുട്ടികളെ നമ്മൾ ആദ്യം അവർക്കാണ് മുൻഗണന നൽകാൻ തീരുമാനിച്ചത്. ആദ്യത്തെ ബാച്ച് തുടങ്ങുമ്പോൾ വലിയ പ്രതിസന്ധിയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് 100 കുട്ടികളെ കിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ ആദ്യം ഈ എക്സാം അനൗൺസ് ചെയ്തപ്പോ 800 കുട്ടികളാണ് പരീക്ഷ എഴുതാൻ വന്നത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. ആ 800 കുട്ടികളിൽ നിന്ന് 100 പേരെ സെലക്ട് ചെയ്യേണ്ടിയിരുന്നു. ഉണ്ടോ? വളരെ നല്ല കയ്യടി കൊടുക്കി. മാഷാ അല്ലാഹ്, സന്തോഷം, വളരെ അഭിമാനമുണ്ട്. ഓക്കെ, ഒരു തലശ്ശേരിയിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടല്ലോ. ഓക്കെ, സന്തോഷം. നമ്മൾ ആ കുട്ടികൾക്ക് പരീക്ഷ അല്ലാതെ, മെറിറ്റ് അല്ലാതെ ഒരു മാനദണ്ഡവും വെച്ചില്ല. ആ കുട്ടികൾ പരീക്ഷ എഴുതി. ആ കുട്ടികളിൽ നിന്ന് 100 കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തു. ഇന്ത്യയിൽ 14 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതുന്നുണ്ട് ഒരു വർഷം സിവിൽ സർവീസിന്. 14 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതുമ്പോൾ സിവിൽ സർവീസിലെ ആദ്യത്തെ എലിമിനേഷൻ ഗ്രൗണ്ട് എന്ന് പറയുന്നത് പ്രിലിംസ് പരീക്ഷയാണ്.
അതിലെ റിസൾട്ട് എന്ന് പറയുന്നത് 14 ലക്ഷത്തെ അവിടെ 10,000 ആക്കി ചുരുക്കും എന്ന് പറഞ്ഞാൽ 1% പോലും ജയസാധ്യതയില്ല. ആ എലിമിനേഷൻ ഗ്രൗണ്ടാണ്. 100 കുട്ടികളെ ഞങ്ങൾ പരീക്ഷ ഇരുത്തിയ ആദ്യ വർഷം 100 കുട്ടികളിൽ നിന്ന് 9 പേരാണ് ഈ പ്രിലിംസ് പരീക്ഷ പാസ്സായത്. സ്വാഭാവികമായും അതിൽ നിന്ന് മെയിൻസിലേക്ക് 3 കുട്ടികൾ വന്നു. അതിൽ നിന്ന് ഒരു കുട്ടി ഇന്ന് ഇന്ത്യൻ സിവിൽ സർവീസിന് സംഭാവന ചെയ്യാൻ ആദ്യത്തെ വർഷം തന്നെ കഴിഞ്ഞ അക്കാദമി ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാം. അത് സഹീദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള പെരിന്തൽമണ്ണയിലെ അക്കാദമി. 2ാമത്തെ വർഷം വന്നപ്പോ 100 കുട്ടികളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നടത്തുന്ന പരീക്ഷയിലേക്ക് 1800 കുട്ടികൾ പരീക്ഷ എഴുതി. അതിൽ നിന്നാണ് 100 കുട്ടികൾ പിന്നെ വരുന്നത്. ആ 100 കുട്ടികളുടെ റിസൾട്ട് 9-ൽ നിന്ന് 19 മാറി എന്ന് നോക്കണം. ഇന്ത്യയിലെ ഒരു അക്കാദമിക്ക് പോലും 19% വിജയ സമ്മാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മുടെ ഏറ്റവും വലിയ ചരിത്രമായിട്ട് ഇന്നും അവിടെ നിൽക്കുക. 3ാമത്തെ ബാച്ച് വന്നിരിക്കുകയാണ്. ഈ 3ാമത്തെ ബാച്ച് വന്നപ്പോ പണ്ട് ഞാനിത് തുടങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു കാലം വരും മലബാറിൽ നിന്ന് കുട്ടികൾ ഡൽഹിയിലേക്ക് വിമാനം കയറുന്ന പോലെ ഡൽഹിയിൽ പഠിക്കുന്ന കുട്ടികൾ തിരിച്ച് മലബാറിലേക്ക് വരും, പെരിന്തൽമണ്ണയിലേക്ക് വരും. 3ാമത്തെ വർഷം എയിംസിൽ നിന്ന് ഡോക്ടർമാർ പെരിന്തൽമണ്ണയിലേക്ക് വന്നു. IIT മദ്രാസിൽ നിന്ന് കുട്ടികൾ വന്നു. IIT മുംബൈയിൽ നിന്ന് കുട്ടികൾ വന്നു. ടിസ്സിൽ നിന്ന് കുട്ടികൾ വന്നു. ഇന്ന് അവിടെ പഠിക്കുന്ന 65% മലബാറിലെ കുട്ടികളും അവര് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ജാമ്യയിലും അലിഗഡിലും ബനാറസ് ഹിന്ദു സർവകലാശാലയിലും പഠിച്ച കുട്ടികളാണ്. അവിടെ ഒരു മതത്തിന്റെ വിവേചനം അവിടെ ഇല്ല. അവിടെ ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്ക് തന്നെയാണ് അവിടെ പ്രവേശനം നൽകുന്നത്. പക്ഷേ നമ്മളൊരു ഭൂമിശാസ്ത്രപരമായ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ വെച്ചു. കാരണം പിന്നോക്കാവസ്ഥയുള്ളത് മലബാറിലാണ് എന്നതുകൊണ്ട് തന്നെയാണ്. നമുക്ക് സിവിൽ സർവീസുകാർ വേണം, പോളിസി ഡിസൈഡ് ചെയ്യുന്ന ആളുകൾ വേണം, പോളിസി തീരുമാനിക്കുന്നിടത്ത് നമ്മൾ വേണം. അതാണ് പ്രധാനം. പോളിസി നടപ്പാക്കുന്നിടത്ത് ഇപ്പൊ ഏതാണ്ട് കുറെ ആളുകളുണ്ട് ഇല്ലേ? MC കുറച്ചുകൂടി ഞങ്ങളെ കാലഘട്ടത്തിന് ശേഷമൊക്കെ കുറെ ആളുകൾ വന്നു. പക്ഷെ പോളിസി ഉണ്ടാക്കുന്നിടത്ത് ആള് വേണം. എന്താണ് പോളിസി ഉണ്ടാക്കുന്നിടത്ത് ആളുണ്ടായുള്ള ഗുണം? ഒരു സമൂഹത്തിന്റെ പതിതാവസ്ഥ, ആ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, ആ സമൂഹം അഭിമുഖീകരിക്കുന്ന സംഘർഷങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ ആ സമൂഹത്തിലെ ആളുകൾക്ക് അറിയുന്ന പോലെ മറ്റൊരാൾക്ക് അനുഭവത്തിൽ അറിയാൻ കഴിയില്ല. അതൊരു സംഘർഷാവസ്ഥയാണ്. പ്രത്യേകിച്ച് BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. ആ അരക്ഷിതാവസ്ഥ അതിഭീകരമാണ്. അവർക്ക് പ്രതീക്ഷ കൊടുക്കണം. ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. UPSC-യിൽ യാതൊരു തരത്തിലുള്ള കൃത്രിമവും നടക്കുന്നില്ല എന്ന് ഉറച്ചു നിങ്ങൾ വിശ്വസിക്കണം, കോൺഫിഡന്റ് ആയി. കാരണം നമ്മൾ ഈ കോൺഫിഡൻസ് കളയരുത്. അത് നമ്മൾ ഇത് കിട്ടൂല എന്നാണ് പലരും പറയാം. കിട്ടും. അത് എത്രത്തോളം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ബാച്ചിലെ ഞങ്ങളുടെ ബാച്ചിലെ ഒരു കുട്ടി വിജയിച്ചത് ദാറുൽ ഹുദയിൽ പഠിച്ച ഒരു ഹുദവിയാണ്. IB എല്ലാ പശ്ചാത്തലവും പരിശോധിച്ചിട്ടാണ് ഇന്റർവ്യൂവിന് വിളിക്കുക. ആ ഇന്റർവ്യൂ കോൾ വരണമെങ്കിൽ ഒരാൾക്ക് ഒരു ക്രിമിനൽ കേസ് ഉണ്ടാവാൻ പാടില്ല, ഒരാൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാവാൻ പാടില്ല, ഒരാൾക്ക് വേറെ ഏതെങ്കിലും അത്തരം സംഘടനകളുമായി ബന്ധം ഉണ്ടാക്കാൻ പാടില്ല. ഇതെല്ലാം പരിശോധിച്ച് ഒരു ഹുദവിക്ക് സിവിൽ സർവീസിന്റെ കോൾ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ അതൊന്നും പറഞ്ഞ് വെറുതെ മടിയന്മാരെ ഉണ്ടാക്കേണ്ട, പണിയെടുത്താൽ ഇതൊക്കെ കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു സിവിൽ സർവീസിന്റെ കാര്യം മാത്രമല്ല, നമുക്ക് വേണ്ടത് ഫ്യൂച്ചർ ലീഡേഴ്സിനെയാണ്. ഞാൻ ഇവിടെ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നു. നമുക്ക് ഏറെ അഭിമാനമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള നേതാക്കൾ നമുക്കൊരു അഭിമാനമാണ്. കാരണം ഞങ്ങൾക്ക് നിയമസഭയിൽ ഇരിക്കുമ്പോൾ നിയമസഭയിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള MLA-മാരൊക്കെ ഞങ്ങളോട് പറയും, നിങ്ങൾക്ക് എന്തൊരു ഭാഗ്യമാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ഒരു നൊബിലിറ്റിയുള്ള ലീഡർ നിങ്ങൾക്കുണ്ടല്ലോ എന്നാണ്. രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന കാര്യം രാഷ്ട്രീയത്തിലെ സത്യസന്ധതയും നൊബിലിറ്റിയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നൊബിലിറ്റിക്ക് വലിയ ഒരു പങ്കുണ്ട്. നമ്മൾ തലശ്ശേരി അത് പറയുമ്പോൾ രാഷ്ട്രീയ നൊബിലിറ്റിക്ക് വളരെ പ്രാധാന്യമുണ്ട്. പൊളിറ്റിക്കൽ നൊബിലിറ്റിക്ക് നമ്മൾ ഏത് മനുഷ്യനോട് പെരുമാറുമ്പോഴും ആ പൊളിറ്റിക്കൽ നൊബിലിറ്റി വേണം. അത് ബഹുമാന്യനായ സണ്ണി ജോസഫ് നമ്മുടെ MLA-മാരെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ
ഞാൻ ഈ പാർട്ടിക്ക് സമർപ്പിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം ആ നൊബിലിറ്റി ഉണ്ടാക്കിയത് നമ്മളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് നൊബിലിറ്റി ഉണ്ടായതുകൊണ്ടാണ്. അല്ലെ MLA മാർക്ക് ഉണ്ടാവില്ല. നമ്മുടെ പാർട്ടിക്കുള്ള നൊബിലിറ്റിയാണ് നമ്മളുടെ MLA മാർ അവിടെ കാണിക്കുന്നത്. നമ്മുടെ നിയമസഭയിൽ അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തും. ആ രാഷ്ട്രീയ പോരാട്ടം രാഷ്ട്രീയമായിരിക്കും. നമ്മൾ ഏത് രാഷ്ട്രീയ പോരാട്ടം നടത്തുമ്പോഴും അത് കൃത്യമായിരിക്കും. അത് രാഷ്ട്രീയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നമ്മൾ പോരാടും. എന്നാൽ ഒരു വ്യക്തിയുടെ വ്യക്തിയാധിഷ്ഠിതമായ അധിക്ഷേപം ഇന്ന് വരെ ഒരു നിയമസഭയിലും മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഉണ്ടായതായി നമുക്ക് പറയാൻ കഴിയില്ല. MC ഉണ്ടോ? MC-യേക്കാൾ വലിയ ചരിത്രകാരനെ ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ വേറെയില്ല. അദ്ദേഹത്തോളം വലിയ ചരിത്ര പണ്ഡിതൻ നമുക്കില്ല. നമ്മളിപ്പോ സീതിയാജിയുടെ കാലം പറഞ്ഞു. സീതിയാജി തമാശയ്ക്ക് പറയും. പക്ഷേ സീതിയാജിയുടെ ബന്ധങ്ങളെ കുറിച്ച് ഇന്നും, ബഹുമാന്യനായ സീതിയാജിയെ കുറിച്ച് ഇന്നും എന്തൊരാദരവോടെയാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടു കൂടി വർക്ക് ചെയ്ത ആളുകൾ പറയുന്നത് എന്ന് ഞാൻ സ്തബ്ധിച്ചു പോയിട്ടുണ്ട്. അപ്പുറത്തുള്ള ആളുകളോട് അദ്ദേഹം കാണിക്കുന്ന ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ട്. ആ റെസ്പെക്ട് ഒരു നൊബിലിറ്റിയുടെ ഭാഗമാണ്. ഏറ്റവും ശക്തമായി MV രാഘവനെ ആക്രമിക്കുമ്പോഴും ആ MV രാഘവനെ വ്യക്തിപരമായിട്ടല്ല സീതിയാജി ആക്രമിച്ചിരുന്നത്. അതാണ് മുസ്ലിം ലീഗിന്റെ പ്രത്യേകത. നമ്മൾ രാഷ്ട്രീയ യുദ്ധം നടത്തുമ്പോഴും ആ രാഷ്ട്രീയ യുദ്ധം ഒരു മനുഷ്യനെ ഇല്ലാതാക്കാനല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞത് എന്തിനാണ്? രാഷ്ട്ര നിർമ്മാണത്തിനാണ്. എന്നാൽ പല പാർട്ടികളിലെയും MLA മാർക്കോ പാർട്ടി നേതാക്കന്മാർക്കോ ആ ബോധമില്ല എന്നതാണ് വലിയ പ്രശ്നം. അപ്പൊ ഞാൻ അവസാനിപ്പിക്കാൻ, നിങ്ങൾ നൽകിയിട്ടുള്ള ഈ ഒരു വലിയ അംഗീകാരം ഇത് ചെറിയ കാര്യമായി ഞാൻ കാണുന്നില്ല. ഞങ്ങളെ പോലെയുള്ള പ്രവർത്തകന്മാർക്ക് കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരുപക്ഷെ ഒരു സിവിൽ സർവീസ് അക്കാദമി പെരിന്തൽമണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ 2, 3, 4 കൊല്ലം കൊണ്ട് അത് വലിയ റിസൾട്ട് ഒന്നും ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാൽ ചെറിയ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് മഹാഭാഗ്യമായി കാണുകയാണ്. ഇത് ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള നീക്കിയിരിപ്പാണ്. ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മളുടെ ആശയങ്ങൾ, നമ്മളുടെ ഒരു തൊഴിൽ മേഖലയോടുള്ള സമീപനങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം. കാരണം ഏറ്റവും ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടികളുള്ളത് നമ്മുടെ മലബാർ മേഖലയിലാണ്. അത് ഏത് മതസ്ഥനാവട്ടെ, നല്ല ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടികളാണ്. ഇപ്പൊ ഹൈദരലി ശിഹാബ് തങ്ങൾ അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടി മുസ്ലിം ആകണം നിർബന്ധമില്ല. ആ കുട്ടി ഏത് മതസ്ഥയാവട്ടെ, ആ കുട്ടിക്ക് ഒരു ബോധ്യം ഉണ്ടാകും. ഒരു നയാ പൈസയും വാങ്ങാതെ നമ്മൾ ആ കുട്ടികളെ പഠിപ്പിക്കുമ്പോ ആ കുട്ടികളോട് തിരിച്ച് ഞങ്ങൾ ഒന്നേ പറയാറുള്ളൂ: നാളെ നിങ്ങളുടെ മുമ്പിൽ ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ വന്നാൽ, നാളെ നിങ്ങളുടെ മുമ്പിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നാൽ, നാളെ നിങ്ങളുടെ മുമ്പിൽ ശബ്ദമില്ലാത്ത ഒരാൾ വന്നാൽ, അയാളുടെ ഫയൽ നോക്കുമ്പോ നിങ്ങൾ ഈ അക്കാദമിയെ ഓർത്താൽ മതി എന്ന് മാത്രമാണ് ഞങ്ങൾ ഇന്നേ വരെ പറഞ്ഞത്. നമ്മുടെ ആദരണീയനായ സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ വന്നിട്ടുണ്ട്. അവിചാരിതമായിട്ടാണ് അദ്ദേഹം വന്നതെങ്കിലും ഞാൻ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ സംഘാടകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യാം. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വലിയ പ്രതീക്ഷകൾ കൊടുക്കണം. ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി, നിങ്ങൾ എല്ലാവരും തലശ്ശേരി വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം തലശ്ശേരിക്ക് എന്ത് സംഭവിച്ചു എന്നത് നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം, ഗൗരവമായി പഠിക്കണം. തലശ്ശേരി എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന സ്ഥലമാണ്. ആ തലശ്ശേരിയെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരണം. ഞാൻ പ്രിയപ്പെട്ട വക്കീലിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ച് സിവിൽ സർവീസ് അക്കാദമിയുടെ ഭാഗമായി ഞങ്ങൾ 3 പ്രോഗ്രാമാണ് നടത്തുന്നത്. ഒന്ന്, ഒരു വർഷത്തെ നിരന്തരമായിട്ടുള്ള കോച്ചിങ് ആണ്. അത് റെസിഡൻഷ്യലാണ്, അവിടെ താമസിച്ച് പഠിക്കാനുള്ള സംവിധാനമാണ്. അത് പൂർണ്ണമായും സൗജന്യമായി നൽകുകയാണ്. ഇതേപോലെ 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കിടയിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കാൻ, അവർ എല്ലാവരും IAS-ലേക്ക് പോകണമെന്നൊന്നുമില്ല, പക്ഷെ അവർ ലീഡേഴ്സ് ആവണം, ഫ്യൂച്ചർ ലീഡേഴ്സ് ആവണം. അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ 11 സെന്ററുകളിലായിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിശീലന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. തലശ്ശേരിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു കേന്ദ്രം നമുക്ക് തലശ്ശേരിയിൽ തീർച്ചയായും തുടങ്ങണം. കാരണം ആ ലെഗസി, തലശ്ശേരിയുടെ ലെഗസി നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നൽകിയിട്ടുള്ള ഈ മഹത്തായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി ഹൃദയത്തിൽ തൊട്ട് നന്ദി പറഞ്ഞുകൊണ്ട്, എന്നും 1000 പുരസ്കാരങ്ങൾ കിട്ടുമ്പോഴും തലശ്ശേരിയെ ഞാൻ വേറിട്ട് തന്നെ ഓർക്കും എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. വളരെ അപ്രതീക്ഷിതമായി നമ്മുടെ ഏവരെ സന്തോഷം ഒരു അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ ബഷീർ തങ്ങൾ.
ദേവി നജീബിൻ്റെ പുരസ്കാരം അറിഞ്ഞ് തന്നെയാണ് ആ നജീബിനോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. വളരെ നജീബിനെ അനുമോദിച്ചുകൊണ്ട് അനുമോദന പ്രശ്നം നടത്താൻ പ്രിയപ്പെട്ട തങ്ങളെ വളരെ ആദരവ് ക്ഷണിക്കുക. ഇവിടെ പുരസ്കാരം സമർപ്പിച്ച മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സാഹിബ്, അതുപോലെ ഇവിടെ ഏറ്റവും പുരസ്കാരം ജേതാവ് നജീബ് പറഞ്ഞ MC വടകര മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി, അഡ്വക്കേറ്റ് കരീം ചാലി പ്രസിഡന്റ് കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ്, അതുപോലെ ഇവിടെ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളായ സന്നിധരായിരിക്കുന്ന സഹോദരന്മാരെ വലുതാനും നിരവധി ജില്ലാ സമിതി അംഗങ്ങൾ, മറ്റ് പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയ വലിയ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെയധികം ഒരു സന്തോഷത്തിൻ്റെ സായാഹ്നത്തിലാണ് നാം ഇവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതാണ്. AP മുഹമ്മദ് സ്മാരക അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് ഈ പുരസ്കാര സമർപ്പണത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ സമാപ്തിയുടെ ഈ വേദിയിലാണ് നമ്മെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തലശ്ശേരി മുസ്ലിം ലീഗ് കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തലശ്ശേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഇത്തരം ഒരു പരിപാടി വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പുരസ്കാരം ഇവിടെ നമുക്ക് അഭിമാനകരമാണ്. എന്തുകൊണ്ടും ഈ ചടങ്ങ് ഇവിടെ ജേക്കബ് സാഹിബ് ഇവിടെ അത് നൽകിയിട്ടുണ്ട്. തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വിജയകാന്ത് അദ്ദേഹത്തിന് അത് പുരസ്കാരം നൽകി എന്നുള്ളത് തന്നെ വളരെയധികം സന്തോഷമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ IAS കോച്ചിങ്ങുകളുടെ ഒരു സംരംഭം പെരിന്തൽമണ്ണയിൽ തുടങ്ങുകയും അതുപോലെ അതിൻ്റെ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ MLA അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് അധികാരമായും അതുപോലെ ഈ നാട്ടിന് ഇവിടെ AP മുഹമ്മദ് സാഹിബ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം ഒരുപാട് സേവനങ്ങളുടെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒക്കെ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായിരുന്നു. ഈ കാലത്തായിരുന്നു സാഹിബ് തളിപ്പറമ്പ് കോളേജിലേക്ക് കടന്നു വന്ന സംസ്ഥയുടെ ക്യാമ്പസിലെ ഹരിത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന തന്റെ ബിരുദ പൂർത്തീകരണത്തിന് ശേഷം സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഒരുപാട് സേവനങ്ങളും അതുപോലെ ലീഗ് എന്ന പാർട്ടിയോടുകൂടി സേവനങ്ങൾ വളരെയധികം ഈ നാടിനും അതുപോലെ എന്ന് അദ്ദേഹത്തിൻ്റെ സജീവമായ മറ്റുള്ള സംഘടനകളുടെ CVU പോലുള്ള സംഘടനകളുടെ പ്രവർത്തനത്തിൽ അദ്ദേഹം വലിയ പങ്കേറെ നിയോജക മണ്ഡലത്തിലെ ഒരുപാട് സ്ഥാനങ്ങളിലായി അദ്ദേഹം ഈ സെക്രട്ടറിയായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. തലശ്ശേരി നഗരസഭയിൽ തന്നെ ഉണ്ടായ പ്രവർത്തനത്തെ പ്രത്യേകിച്ച് ജനപ്രതിനിധിയായി നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങളുടെ അവാർഡ് ജേതാവിൽ രജീകാന്ത് ഈ അവാർഡിനെ തിരഞ്ഞെടുത്തത് പ്രശസ്തമായ ചരിത്രകാരണം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ MC വടകര, അതുപോലെ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയവരുടെ ഉൾപ്പെട്ട ജൂറിയാണ് അത് ഇവിടെ ഇന്ന് ഇവിടെ തിരഞ്ഞെടുത്തതല്ലാണ്. അതിലൂടെ ദേശീയ സെൻസിബിലിറ്റി കേരള ടെലിവിഷൻ നേതാവായിരുന്ന PK സാഹിബ് രജീകാന്ത് തന്നെ ഇവിടെ ഈ പരിപാടിയുടെ മഹനീയമായ ചടങ്ങ് ധന്യമാക്കി നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ പരിപാടി വലിയ ഒരു
അംഗീകാരമായി തന്നെ ഈ നാടിൻ്റെയും സന്തോഷം ഇതിന് എല്ലാവിധ അനുമോദനങ്ങളും ഈ അവസരത്തിൽ ജീവിക്കുന്ന നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ തലശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ EP മുഹമ്മദ് പുരസ്കാര സമർപ്പണത്തിന് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതേപോലെ തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ AK ആവുട്ടിയാജി, നജീബ് കാന്തപുരം, സണ്ണി ജോസഫ്, കേരളത്തിൽ MC വടകര, അബ്ദുൽ കരീം കേദേരി, KT സാദുള്ള, മറ്റു എല്ലാ ബഷീർ അലി തങ്ങൾ, എല്ലാവർക്കും ഈ കമ്മിറ്റിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിച്ചതായി.